Hello dear students, welcome to Algorithmic Thinking with Python. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണ്. പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസ്, AIDS, അതുപോലെ സൈബർ സെക്യൂരിറ്റി, IT പോലുള്ള ബ്രാഞ്ചുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ള ബ്രാഞ്ചുകൾക്കും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇതിനകത്ത് ജസ്റ്റ് ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഓൾറെഡി പറഞ്ഞതാണ്. ഇതിനകത്ത് മൊഡ്യൂൾ 1 പഠിക്കാനുള്ളത് അതിൻ്റെ സിലബസ് ആണ് ഈ കാണിക്കുന്നത്. പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് പഠിക്കുന്നുണ്ട്. അതായത് റിയൽ വേൾഡിൽ പല ടൈപ്പ് പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യാറുണ്ടാവും. അപ്പം അങ്ങനെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സ്, സിസ്റ്റമാറ്റിക് മെത്തേഡ്സ് ആണ് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ വരുന്നത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്സ് ഉണ്ട്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ്സ്, ഹ്യൂറിസ്റ്റിക്സ് മെത്തേഡ്സ്, മീൻ സെൻസ് അനാലിസിസ് ആൻഡ് ബാക്ക് ട്രാക്കിംഗ്. ഇതൊന്നും കേട്ട് പേടിക്കേണ്ട, വളരെ സിമ്പിളാണ്. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ഈ മെത്തേഡ്സൊക്കെ ഓൾറെഡി നിങ്ങൾ അറിയാണ്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് പ്രോസസ്സ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രോബ്ലം സോൾവിങ് പ്രോസസ്സ്, സിസ്റ്റമാറ്റിക് അപ്രോച്ച്. അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് സ്റ്റെപ്പുകളുണ്ട്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നിങ്ങൾക്കൊരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് സ്റ്റെപ്പുകൾ, ആ സ്റ്റെപ്പ് 1 by 1 ആയിട്ടാണ് ഈ ഒരു മൊഡ്യൂളിനകത്ത് പറയുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം, ഫോർമുലേറ്റിംഗ് എ മോഡൽ, ഡെവലപ്പിംഗ് ആൻ അൽഗോരിതം, റൈറ്റിംഗ് ദി പ്രോഗ്രാം, ടെസ്റ്റിംഗ് ദി പ്രോഗ്രാം ആൻഡ് ഇവാലുവേറ്റ് ദി സൊല്യൂഷൻ. അത്രയും സ്റ്റെപ്പുകൾ. അത് ഓരോ സ്റ്റെപ്പും എന്തൊക്കെയാണ് ഓരോ സ്റ്റെപ്പിൽ ചെയ്യുന്നത് നമ്മൾ എക്സാമ്പിൾ സഹിതം ഈ ഒരു മൊഡ്യൂളിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അതേപോലെ തന്നെ മൊഡ്യൂൾ 1 ലാസ്റ്റ് പോർഷനിൽ ലാസ്റ്റ് പാർട്ടായിട്ട് പൈത്തൺ പ്രോഗ്രാമിംഗ് പഠിക്കുന്നുണ്ട്. ഈ സബ്ജക്റ്റിൻ്റെ ടൈറ്റിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ എന്നാണ്. അപ്പോൾ ഇതിൽ 4 മൊഡ്യൂളാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ 4 മൊഡ്യൂളിൽ കംപ്ലീറ്റ് പൈത്തൺ പ്രോഗ്രാമിംഗ് ഇല്ല. മൊഡ്യൂൾ 1 ലാസ്റ്റ് പോർഷനും അതുപോലെ മൊഡ്യൂൾ 3 മാത്രമേ പൈത്തൺ പ്രോഗ്രാമിംഗ് വരുന്നുള്ളൂ. പ്രോഗ്രാമിംഗ് ഓക്കെ, ബാക്കിയുള്ളതൊക്കെ തിയറിയാണ്. തിയറി മീൻസ് അൽഗോരിതം, ഫ്ലോ ചാർട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സബ്ജക്റ്റ് ആണത്. ഓക്കെ, സോ എസെൻഷ്യൽസ് ഓഫ് പൈത്തൺ പ്രോഗ്രാമിംഗിൽ നമുക്ക് പഠിക്കാനുള്ളത് പൈത്തൺ പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക്സ് ആണ്. അതായത് എങ്ങനെ ഒരു പൈത്തൺ പ്രോഗ്രാം ജസ്റ്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, അതിനകത്ത് വരുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, പൈത്തൺ ഐഡൻറ്റിഫയർ എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് ഓപ്പറേറ്റേഴ്സ് ആണ് അതിനകത്ത് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലാസ്റ്റ് മൊഡ്യൂളിൽ ഈ ഒരു മൊഡ്യൂളിലെ ലാസ്റ്റ് പാർട്ടിലായിട്ട് വരുന്നത്. ഇതാണ് സിലബസിൻ്റെ ഈ ഒരു മൊഡ്യൂളിൻ്റെ ഓവർവ്യൂ. ഇനി ഈ ഒരു മൊഡ്യൂൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസ് എവിടേക്കാണ് വരുന്നത്? ഒന്ന്, ഡിഫറെൻറ്റ് സെക്ടേഴ്സ് അപ്ലൈ സ്ട്രക്ചേർഡ് പ്രോബ്ലം സോൾവിങ് മെത്തേഡ്സ്. ഡിഫറെൻറ്റ് സെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പല സെക്ടറിലും പല പ്രോബ്ലംസ് ആണ് വരിക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഹോസ്പിറ്റലിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പല ടൈപ്പ് പേഷ്യൻസ് ഒക്കെയാണ് വരിക. അതാണ് അവിടുത്തെ പ്രോബ്ലംസ്. ആ പേഷ്യൻറ്റിന് രോഗം മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഡോക്ടറുടെ മുന്നിലുള്ള പ്രോബ്ലം. ഇതേപോലെ ഒരു സിവിൽ എഞ്ചിനീയറുടെ മുന്നിലുള്ള പ്രോബ്ലം എന്താണ്? ഒരു പാലം എങ്ങനെ നിർമ്മിക്കാം, ഒരു വീട് എങ്ങനെ നിർമ്മിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അല്ലേ. അപ്പോൾ ഓരോ സെക്ടറിലും അതിൻ്റെതായ പല ടൈപ്പ് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരും. അതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളത് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിക്കും. അതുപോലെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആൻഡ് സിസ്റ്റം മെയിൻ്റനൻസ്. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം അയാളെ ഏരിയ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ആണ് അല്ലേ. അതുപോലെ ഡിസിഷൻ മേക്കിങ്, അതായത് നിങ്ങൾ മുന്നിൽ ഓരോ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവിടെ ഏത് ടൈപ്പ് സൊല്യൂഷൻ യൂസ് ചെയ്യണമെന്നുള്ളൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും, ബെസ്റ്റ് ഡിസിഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ള കാര്യങ്ങളും ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് നേരിട്ട് ടോപ്പിക്കിലോട്ട് കടക്കാം. സോ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ്. ദ ടേം പ്രോബ്ലം സോൾവിങ് ഹാസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് മീനിങ് ഡിപ്പെൻഡിങ് ഓൺ ദി ഡിസിപ്ലിൻ. ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു, ഓരോ ഡിസിപ്ലിനിലും പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ വേറെ ഡെഫിനിഷൻസ് ആണ്. അതായത് ഒരു ഹോസ്പിറ്റൽ സെക്ടറിലൊരു പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ അവിടെ വേറെ ടൈപ്പ് പ്രോബ്ലംസ് ആയിരിക്കും. സിവിൽ എഞ്ചിനീയർ കണ്ണിലുള്ള പ്രോബ്ലംസ് വേറെ ടൈപ്പ് പ്രോബ്ലംസ് ആയിരിക്കും. ഒരു ലോയർ മുന്നിലുള്ള പ്രോബ്ലംസ് വേറെ ടൈപ്പ് പ്രോബ്ലംസ് ആയിരിക്കും. അങ്ങനെ ഓരോരോ സെക്ടറിലും അതിൻ്റെതായ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കുന്നത്. ഓക്കെ, ബേസിക്കായിട്ട് 4 മെത്തേഡ്സ് ആണ് പഠിക്കുന്നത്. ഈ 4 മെത്തേഡ് ഈ പറഞ്ഞ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഡെഫിനിഷൻ: എ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജി ഈസ് എ പ്ലാൻ used to find a solution
to find a solution or overcome a challenge to achieve a goal. ഒരു ഗോൾ അച്ചീവ് ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുന്ന ഡിഫറെൻറ്റ് സ്റ്റെപ്പുകളാണ് അവിടുത്തെ സൊല്യൂഷൻ. അതായത് ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്ത് ഫൈനലി ഒരു ഗോൾ അച്ചീവ് ചെയ്യണം. അപ്പോൾ അത് അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ഡിഫറെൻറ്റ് സ്റ്റെപ്പിലൂടെ മൂവ് ചെയ്യേണ്ടി വരും. ആ ഡിഫറെൻറ്റ് സ്റ്റെപ്പിലൂടെ മൂവ് ചെയ്ത് ഫൈനൽ സൊല്യൂഷനിലോട്ട് എത്തേണ്ടി വരും. ഓക്കെ, അതാണ് പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജി. സൊല്യൂഷൻസ് റിക്വയർ സഫിഷ്യൻറ്റ് റിസോഴ്സസ് ആൻഡ് നോളജ് ടു അറ്റൈൻ ദ ഗോൾ. അപ്പോൾ അങ്ങനെ ഒരു ഫൈനൽ സൊല്യൂഷനിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഫിഷ്യൻ്റ് ആയിട്ടുള്ള റിസോഴ്സസ് വേണം. സഫിഷ്യൻറ്റ് റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടർക്ക് ഒരു പേഷ്യൻറ്റിന് രോഗം മാറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ടാബ്ലറ്റും അതുപോലെ സിറപ്പും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതാണ് അവിടുത്തെ റിസോഴ്സസ്. അപ്പോൾ ഇതുപോലുള്ള റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. പിന്നെ ചെറിയ എക്സാമ്പിൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. എക്സാമിന് ഇതുപോലത്തെ എക്സാമ്പിൾ ഒന്നും എഴുതി വെക്കണ്ട, എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, മാർക്ക് കിട്ടും. അതായത് ഈ ഒരു സബ്ജക്റ്റ് അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആണ്. ഒരു ജനറൽ സിറ്റുവേഷൻ നിങ്ങൾക്ക് തന്നിട്ട് അതെങ്ങനെ സോൾവ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ ഇന്ന ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുന്നത് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം റിയൽ വേൾഡിൽ പല ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട്. എന്ത് ടൈപ്പ് പ്രോബ്ലംസും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിച്ച് അതെന്താണ് പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവിടെ ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ പ്രൊഫഷണൽസ് സച്ച് ആസ് ലോയേഴ്സ്, ഡോക്ടേഴ്സ്, പ്രോഗ്രാമേഴ്സ് ആൻഡ് കൺസൾട്ടൻസ് ആർ ദ പ്രോബ്ലം സോൾവേഴ്സ്. അവരെ പ്രോബ്ലം സോൾവേഴ്സ് എന്നാണ് വിളിക്കുക. അവരാണ് പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്നത്. സോ ദേ ആർ കോൾഡ് പ്രോബ്ലം സോൾവേഴ്സ്. മനസ്സിലായല്ലോ അല്ലേ? So problems can be classified into two categories. Ill-defined problems ഉണ്ട്, well-defined problems ഉണ്ട്. ഇങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. ഇൽ-ഡിഫൈൻഡ് പ്രോബ്ലംസും വെൽ-ഡിഫൈൻഡ് പ്രോബ്ലംസ്. എന്താണ് ഇൽ-ഡിഫൈൻഡ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ? ഇൽ-ഡിഫൈൻഡ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കറക്റ്റ് സൊല്യൂഷൻ ഉണ്ടായിരിക്കില്ല. പ്രോബ്ലം ഉണ്ട്, പക്ഷെ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ ഉണ്ടായിരിക്കില്ല. ഏത് രീതിയിൽ വേണമെങ്കിലും സോൾവ് ചെയ്യാം. ഏത് രീതിയിൽ സോൾവ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഫൈനൽ കിട്ടുന്ന റിസൾട്ട് പല രീതിയിലായി പോകും, പക്ഷെ ഓൾമോസ്റ്റ് മാച്ച് ആയിരിക്കും. ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പിക്ചർ വരയ്ക്കാൻ പറഞ്ഞു. ഒരു നാച്ചറിൻ്റെ ഒരു പിക്ചർ വരയ്ക്കാൻ പറഞ്ഞു. ആ ഒരു പിക്ചർ പലരും പല രീതിയിലാവും പിക്ചർ വരയ്ക്കുക. അപ്പോൾ അതൊരു ക്ലിയർ സൊല്യൂഷൻ ഇല്ല, ഒരു ക്ലിയർ വേ ഇല്ല എങ്ങനെ ആ പിക്ചർ വരയ്ക്കും. ഓക്കെ, ഏതെല്ലാം കളർ യൂസ് ചെയ്യണം, എന്തെല്ലാം ഐറ്റംസ് ആണ് അതിനകത്ത് വേണ്ടത്, അങ്ങനെയുള്ള ഒരു ക്ലിയർ കട്ട് ഐഡിയ അവിടെ ഇല്ല. അങ്ങനത്തെ പ്രോബ്ലംസ് ആണ് ഇൽ ഡിഫൈൻഡ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൽ ഡിഫൈൻഡ് പ്രോബ്ലംസ്. ഇനി വെൽ ഡിഫൈൻഡ് പ്രോബ്ലംസ് ഉണ്ട്. വെൽ ഡിഫൈൻഡ് പ്രോബ്ലംസ് have specific goals, clearly defined solutions and clear expected solutions. അവിടെ ഒരു വെൽ സ്ട്രക്ചേർഡ് അൽഗോരിതം അല്ലെങ്കിൽ വെൽ സ്ട്രക്ചേർഡ് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ആ സൊല്യൂഷനിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അത് ആര് ചെയ്ത് കഴിഞ്ഞാലും കറക്റ്റ് ഔട്ട്പുട്ട് തന്നെ ആയിരിക്കും കിട്ടുക. അതാണ് വെൽ ഡിഫൈൻഡ് പ്രോബ്ലംസ് അല്ലെങ്കിൽ വെൽ സ്ട്രക്ചേർഡ് പ്രോബ്ലംസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സർക്കിളിൻ്റെ ഏരിയ കാണണം. റേഡിയസ് തന്നിട്ടുണ്ട്, സർക്കിളിൻ്റെ ഏരിയ കാണാൻ പറഞ്ഞു. നിങ്ങൾക്കറിയാം സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ πr² ആണ്. ഇത് ആര് ചെയ്ത് കഴിഞ്ഞാലും അവിടെ ഏരിയ ഒന്നേ കിട്ടുള്ളൂ വിത്ത് എ ഗിവൺ റേഡിയസ് അല്ലേ. റേഡിയസ് 10 ആണ് തന്നതെങ്കിൽ ആര് ചെയ്യുകയാണെങ്കിലും അപ്ലൈ ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ എന്താണ്? πr² എന്നുള്ള ഇക്വേഷനാണ് അപ്ലൈ ചെയ്യാൻ പോകുക. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടും. അത് ആര് ചെയ്ത് കഴിഞ്ഞാലും സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുക. അപ്പോൾ അവിടെ ഒരു ക്ലിയർ ഡിഫൈൻഡ് സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ആ ക്ലിയർ ഡിഫൈൻഡ് സൊല്യൂഷൻ ഉള്ള പ്രോബ്ലത്തെ പറയുന്ന പേരാണ് വെൽ ഡിഫൈൻഡ് പ്രോബ്ലം. ഒരു ക്ലിയർ ഡിഫൈൻഡ് സൊല്യൂഷൻ ഇല്ലാത്ത ടൈപ്പ് പ്രോബ്ലംസിന് പറയുന്ന പേരാണ് ഇൽ ഡിഫൈൻഡ് പ്രോബ്ലംസ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൽ ഡിഫൈൻഡ് പ്രോബ്ലംസിന് വേറെ എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളോട് ഒരാൾ പറഞ്ഞു കാലിക്കറ്റിൽ നിന്ന് ട്രിവാൻഡ്രത്തോട്ട് എത്തണം എന്ന് പറഞ്ഞു. അത് എങ്ങനെ, ഏത് മോഡ് ഓഫ് ജേണി, അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതൊരു ഇൽ ഡിഫൈൻഡ് പ്രോബ്ലം ആണ്. ഇപ്പോൾ കാലിക്കറ്റിൽ നിന്ന് ട്രിവാൻഡ്രം എത്തണമെന്നുണ്ടെങ്കിൽ പലരും പല റൂട്ടിലൂടെ മൂവ് ചെയ്യാം. ബൈ ട്രെയിന് മൂവ് ചെയ്യാം, ബൈ ഫ്ലൈറ്റ് മൂവ് ചെയ്യാം, അങ്ങനെ ബൈ ബസ് മൂവ് ചെയ്യാം, ഏത് പാത്ത് വേണമെങ്കിലും മൂവ് ചെയ്യാം അല്ലേ. സോ ദാറ്റ് ഈസ് ഇൽ ഡിഫൈൻഡ് പ്രോബ്ലം. അപ്പം അങ്ങനെ രണ്ട്
ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ആണ് വരുന്നത്. ഇനി ഫേസസ് ഓഫ് പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ അതിനുള്ളിൽ വരുന്ന ഡിഫറെൻറ്റ് ഫേസസ് എന്തൊക്കെയാണ്? അതിൽ ഫസ്റ്റ് വണ് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം. ഇപ്പം നിങ്ങളെ മുന്നിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തെ പറ്റിയിട്ട് കാര്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് അതിനകത്ത് വരുന്ന അൺനോൺ എന്തൊക്കെയാണ്, എന്തെല്ലാം ഡാറ്റ നിങ്ങൾക്ക് എവിടെ നിന്നെല്ലാം കളക്ട് ചെയ്യാൻ പറ്റും, അതൊക്കെ ഒരു ക്ലിയർ പിക്ചർ ആദ്യം എന്ത് ചെയ്യുക, ഉണ്ടാക്കി വെക്കുക. അതാണ് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം. ആ പ്രോബ്ലത്തെ കാര്യമായിട്ടൊന്ന് പഠിക്കുക. ഓക്കെ. ആൻഡ് വാട്ട് ഈസ് ദി കണ്ടീഷൻ? ഈസ് ഇറ്റ് പോസിബിൾ ടു സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ? ഈസ് ദ കണ്ടീഷൻ സഫിഷ്യൻറ്റ് ടു ഡിറ്റർമിൻ ദ അൺനോൺ, ഓർ ഈസ് ഇറ്റ് ഇൻസഫിഷ്യൻറ്റ്, ഓർ റിഡൻഡൻറ്റ്, ഓർ കോൺട്രഡിക്ടറി? അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തമായിട്ടൊരു ക്ലിയർ പിക്ചർ ഐഡിയ ആദ്യം നിങ്ങൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു പ്രോബ്ലം നിങ്ങൾ മുന്നിൽ തന്നു കഴിഞ്ഞാൽ. രണ്ടാമത്തത് ഡിവൈസിങ് എ പ്ലാൻ. ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതെങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളൊരു പ്ലാന് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിവൈസ് ചെയ്യുക. ഓക്കെ. ഇത് ഏത് ടൈപ്പ് പ്രോബ്ലം ആയിക്കോട്ടെ, റിയൽ വേൾഡിലുള്ള ഏത് ടൈപ്പ് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യാൻ പോകുന്ന ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്, ഡിഫറെൻറ്റ് സ്റ്റെപ്പുകൾ. ഇപ്പോൾ ഫേസ് 2 നിങ്ങൾ അതിൻ്റെ ഒരു പ്ലാന് ഡെവലപ്പ് ചെയ്യാനുള്ളതാണ്. ലുക്ക് അറ്റ് ദി അൺനോൺ, ട്രൈ ടു തിങ്ക് ഓഫ് എ ഫെമിലിയർ പ്രോബ്ലം ഹാവിങ് ദ സെയിം ഓർ സിമിലർ അൺനോൺ. ചിലപ്പം ഇതുപോലത്തെ പ്രോബ്ലംസ് നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും. ഓക്കെ. അപ്പോൾ അവിടെ അത് ഏതെല്ലാം പ്ലാനാണ് നിങ്ങൾ യൂസ് ചെയ്തത് അതൊക്കെ ഇവിടെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ സ്പ്ലിറ്റ് ദ പ്രോബ്ലം ഇൻ ടു സ്മോളർ സിംപ്ലർ സബ് പ്രോബ്ലംസ്. ചിലപ്പം വലിയൊരു കോംപ്ലിക്കേറ്റഡ് ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ അതിനേക്ക് ഒറ്റയടിക്ക് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, അതിനുള്ള ചെറിയ ചെറിയ ടാസ്ക് ആക്കി എന്ത് ചെയ്യുക, ഈ ചെറിയ ടാസ്കുകൾ സോൾവ് ചെയ്തിട്ട് ആ ബിഗ് പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുക. ഓക്കെ. ഇനി ഇഫ് യു കനോട്ട് സോൾവ് ദ പ്രൊപ്പോസ്ഡ് പ്രോബ്ലം, ട്രൈ ടു സോൾവ് ഫസ്റ്റ് സം റിലേറ്റഡ് പ്രോബ്ലംസ്. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആദ്യം സോൾവ് ചെയ്യാൻ നോക്കുക. ഫേസ് 3 നടക്കുന്നത് എന്താണ്? ക്യാരിയിങ് ഔട്ട് ദ പ്ലാൻ. ഇപ്പോൾ രണ്ടാമത്തെ ഫേസ് നിങ്ങളൊരു പ്ലാൻ റെഡിയാക്കിയിട്ടുണ്ട് എങ്ങനെ ചെയ്യും എന്നുള്ളതൊക്കെ. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ആ പ്ലാനിനെ ക്യാരി ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെ ഇപ്പോൾ നിങ്ങളൊരു വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൺസെപ്റ്റിലൊന്ന് ആലോചിച്ച് നോക്കുക. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ നടത്തണം. ആദ്യം ഒരു സർവേ നടത്തൂല, വീട് വെക്കുമ്പോൾ ആദ്യം ഒരു വീട്ടിൽ പറമ്പിലൊരു സർവേ നടത്തും. അതാണ് ഫസ്റ്റ് ഫേസിൽ നടത്തുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഒരു പ്ലാന് റെഡിയാക്കും, വീടിൻ്റെ ഒരു പ്ലാന് റെഡിയാക്കും. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ആ പ്ലാൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, വീട് വെക്കാൻ തുടങ്ങും. അതാണ് ക്യാരിയിങ് ഔട്ട് ദ പ്ലാൻ. ക്യാരിയിങ് ഔട്ട് യുവർ പ്ലാൻ ഓഫ് ദി സൊല്യൂഷൻ, ചെക്ക് ഈച്ച് സ്റ്റെപ്പ്. ആ പ്ലാന് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഓരോ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, നമ്മുടെ അൾട്ടിമേറ്റ് എയിമിലോട്ട് എത്തുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. അതാണ് ചെക്ക് ഈച്ച് സ്റ്റെപ്പ്. ക്യാൻ യു സീ ക്ലിയർലി ദാറ്റ് ദ സ്റ്റെപ്പ് ഈസ് കറക്റ്റ് ഓർ നോട്ട്. നാലാമത്തെ ഫേസിൽ ലുക്കിംഗ് ബാക്ക്. അതായത് ഞാൻ പറഞ്ഞു, ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നമ്മൾ ചെയ്ത വർക്കുകളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇനി ഫൈനൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലും എന്ത് ചെയ്യണം, നമ്മൾ ഫൈനൽ റിസൾട്ടിലോട്ട് എത്തിയോ ഒരു വാലിഡേഷൻ ചെയ്ത് നോക്കണം. ക്യാൻ യു ചെക്ക് ദ റിസൾട്ട്? ക്യാൻ യു ഡിറൈവ് ദ റിസൾട്ട് ഡിഫറെൻ്റ്ലി? ക്യാൻ യു യൂസ് ദ റിസൾട്ട് ഓർ മെത്തേഡ് ഫോർ സം അതർ പ്രോബ്ലംസ്? ഈ പ്രോബ്ലംസ് ഈ നിങ്ങളിപ്പോൾ ചെയ്ത സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് ഇതുപോലെ വേറെ വല്ല സൊല്യൂഷന്, വേറെ വല്ല പ്രോബ്ലംസിനും ഈ സൊല്യൂഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇവ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, തിങ്ക് ചെയ്യുക. അതാണ് ഫേസ് 4 നടക്കുന്നത്. അപ്പോൾ ഇത്രയും 4 സ്റ്റെപ്പുകളാണ് ഫേസസ് ഓഫ് പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജിയിൽ വരുന്നത്. ഇത് എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്, അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് മൾട്ടിപ്പിൾ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ്. ഇനി നമ്മൾ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കാൻ പോവാണ്. പല ടൈപ്പ് പ്രോബ്ലം സോൾവിങ് മെത്തേഡ്സ് ഉണ്ട്, സ്ട്രാറ്റജീസ് ഉണ്ട്. മെയിനായിട്ട് 4 മെത്തേഡാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അത് പഠിക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്, ഈ 4 മെത്തേഡും പഠിക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്, അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് മൾട്ടിപ്പിൾ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ്. ഏതെങ്കിലും ഒരെണ്ണം മാത്രം പഠിച്ചാൽ പോരെ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരും. പക്ഷെ പോരാ, 4 മെത്തേഡും പഠിച്ചു കഴിഞ്ഞാൽ പല അഡ്വാൻറ്റേജസും ഉണ്ട്. ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ടിപ്പിക്കലി റിക്വയർ യു ടു അപ്രോച്ച് ദം ഇൻ ഡിഫറെൻറ്റ് വേസ് ടു ഫൈൻഡ് ദ ബെസ്റ്റ് സൊല്യൂഷൻ. പല പ്രോബ്ലംസ് പല രീതിയിലാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടി വരിക. ഓക്കെ. എല്ലാ പ്രോബ്ലംസിനും ഒരേ ടൈപ്പ് സൊല്യൂഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അത് പല രീതികളിൽ അപ്ലൈ ചെയ്യേണ്ടി വരും.
അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് മൾട്ടിപ്പിൾ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് ഈസ് ക്രൂഷ്യൽ ബിക്കോസ് ഇറ്റ് എക്യുപ്സ് ഇൻഡിവിജ്വൽസ് വിത്ത് എ ഡൈവേഴ്സ് ടൂൾ കിറ്റ് ടു ടാക്കിൾ എ വെറൈറ്റി ഓഫ് ചലഞ്ചസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, പല ടൈപ്പ് ചലഞ്ചസ് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ ഇതുപോലുള്ള മൾട്ടിപ്പിൾ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ പ്രോബ്ലം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷന് കണ്ടെത്താൻ പറ്റും. So by knowing several strategies, one can quickly switch tactics when one method doesn't work. ഒരു മെത്തേഡ് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആൾക്ക് എന്ത് ചെയ്യാം, ഒരു സൊല്യൂഷനിൽ നിന്ന് വേറെ സൊല്യൂഷനിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജിയിൽ നിന്ന് വേറെ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജിയിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. അതാണ് മൾട്ടിപ്പിൾ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് ലേൺ ചെയ്യാനുള്ള അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ ഇൻക്രീസിങ് ദ ചാൻസസ് ഓഫ് ഫൈൻഡിങ് എ സക്സസ്ഫുൾ സൊല്യൂഷൻ. നിങ്ങൾക്ക് ഫൈനൽ സൊല്യൂഷന്, ഒരു സക്സസ്ഫുൾ സൊല്യൂഷന് കണ്ടെത്താനുള്ള ചാൻസസും കൂടി പോകും. അതർ ബെനിഫിറ്റ്സ് ഇൻക്ലൂഡ് അഡാപ്റ്റബിലിറ്റി. നിങ്ങൾക്ക് ഏത് സിറ്റുവേഷനിലും നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കും. എഫിഷ്യൻറ്റ് സൊല്യൂഷൻ ക്യാൻ ബി ഫൈൻഡ് ഔട്ട്. ഇംപ്രൂവ്ഡ് ഔട്ട്കംസ് ഉണ്ടായിരിക്കും, ഇംപ്രൂവ്ഡ് റിസൾട്ട് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ആ പ്രോബ്ലം സോൾവറെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് വരുന്നത്. ഇനിയാണ് നമ്മൾ ഏതൊക്കെ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് എന്ന് പറയാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നമ്മളിനി പറയാൻ പോകുന്നത്, കോമൺ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ്. എക്സാമിന് എന്തായാലും ചോദിക്കൂ, അത് ഡയറക്റ്റ് ആയിട്ടായിരിക്കില്ല ചോദിക്കുക. നിങ്ങൾക്കൊരു സിറ്റുവേഷൻ തന്നിട്ട് ആ സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ പറ്റാവുന്ന ബെസ്റ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ ബെസ്റ്റ് പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജി ഏതാണെന്നുള്ളത് അപ്ലൈ ചെയ്യാൻ പറയും. അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അല്ലാണ്ട് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് എന്നും അങ്ങനെ ആയിരിക്കില്ല ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. അപ്പോൾ ഒരു സിറ്റുവേഷൻ തന്നിട്ട് ആ സിറ്റുവേഷൻ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഹാഫ് പേജ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ വലിയൊരു പാരഗ്രാഫ് തന്നിട്ട് ആ പാരഗ്രാഫ് നിങ്ങളൊരു കഥ വായിക്കുന്നത് പോലെ ഇങ്ങനെ വായിച്ച് പോയാൽ മതി, അങ്ങനെ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതിങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, എന്താണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ള പ്രോബ്ലം എന്താണെന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ആ പ്രോബ്ലത്തിന് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാവുന്ന ബെസ്റ്റ് സൊല്യൂഷൻ എന്താണെന്നുള്ളത് അല്ലെങ്കിൽ ബെസ്റ്റ് സ്ട്രാറ്റജി എന്താണെന്നുള്ളത് നിങ്ങൾ അപ്ലൈ ചെയ്യണം. ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നെ പറയും, ഇന്ന സ്ട്രാറ്റജി, ഈ ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് ഈ പ്രോബ്ലത്തെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതുവരെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ കോമൺ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് ഇൻക്ലൂഡ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, അൽഗോരിതം ആൻഡ് ഹ്യൂറിസ്റ്റിക്, അതുപോലെ തന്നെ മീൻസ് എൻഡ്സ് അനാലിസിസ്, ബാക്ക് ട്രാക്കിംഗ്. ഇങ്ങനെ 4 പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, ഈ 4 മെത്തേഡും എന്താണെന്നുള്ളത് കൺസെപ്റ്റാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അതിൽ ഫസ്റ്റ് വണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഇത് ഓൾമോസ്റ്റ് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഓൾമോസ്റ്റ് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു ബഞ്ച് ഓഫ് കീസ് ഉണ്ടെന്ന് കരുതുക. ഇപ്പോൾ വീടിൻ്റെ കേസ് നോക്കുകയാണ്, വീടിൻ്റെ ഒരു റൂം ലോക്കഡ് ആണ്. ആ ലോക്കിൻ്റെ കറസ്പോണ്ടിങ് കീ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഒരു ബഞ്ച് ഓഫ് കീസ് ഉണ്ട്, കുറേ കീകളുണ്ട്. അതിൽ ഏത് കീ യൂസ് ചെയ്തിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഓരോ കീ എടുത്തിട്ട് എന്ത് ചെയ്യും, ട്രൈ ചെയ്ത് നോക്കും അല്ലേ, ഓരോ കീ എടുത്തിട്ട് ഓപ്പൺ ചെയ്യാൻ നോക്കും. അതാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ പല കാര്യങ്ങളിലും ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നിങ്ങൾ പല രീതിയിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പറയാൻ പോകുന്ന പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് ഓൾറെഡി നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും, ഓൾറെഡി നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇതായിരുന്നു സാധനം എന്നുള്ളത്. സോ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ എന്താണ്, നിങ്ങൾ ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് ട്രൈ ചെയ്യും. എറർ വന്നു കഴിഞ്ഞാൽ അതർ സൊല്യൂഷനെ പിക്ക് ചെയ്യും, ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുകയാണ് ചെയ്യുക. അതാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അതേപോലെ തന്നെ ഒരു ഓൺലൈൻ അക്കൗണ്ട് ഉണ്ട്, നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡും കൊടുക്കാനുള്ള ഒരു ഓൺലൈൻ അക്കൗണ്ട് ഉണ്ട്. അതിൻ്റെ പാസ്വേഡോ അല്ലെങ്കിൽ യൂസർ നെയിമോ മറന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് യൂസർ നെയിം നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കും അല്ലേ. അതും ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. ഓക്കെ, സോ എ ഫണ്ടമെന്റൽ മെത്തേഡ് ഓഫ് പ്രോബ്ലം സോൾവിങ്, ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ റിപ്പീറ്റഡ് വാരീഡ് അറ്റംപ്റ്റ്സ് വിച്ച് ആർ കണ്ടിന്യൂഡ് അൺടിൽ സക്സസ്. നിങ്ങളൊരു ഫൈനൽ
സൊല്യൂഷൻ അല്ലെങ്കിൽ നിങ്ങൾ ആ ഫൈനൽ ഗോൾ അച്ചീവ് ചെയ്യുന്നത് വരെ ഡിഫറെൻറ്റ് വാരിയഡ് അറ്റംപ്റ്റ്സ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷൻ ടു ദി പ്രോബ്ലം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ ഈസ് ദ പ്രോബ്ലം സോൾവ്ഡ്, നോ ആണെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഫൈനൽ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. ഇതിന് ഫ്ലോ ചാർട്ട് എന്നാണ് പറയുക. ഫ്ലോ ചാർട്ട് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇനി എപ്പോഴാണ് നിങ്ങൾ ഈ ട്രയൽ ആൻഡ് മെത്തേഡ് യൂസ് ചെയ്യേണ്ടത്, അതായത് എപ്പോഴാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത്? ഇത് എല്ലാ കേസിലും ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ബഞ്ച് ഓഫ് കീയിൽ നിങ്ങൾക്ക് ഏത് കീ യൂസ് ചെയ്തിട്ടാണ് അത് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഓരോ കീ വെച്ച് ട്രൈ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, സോ വെൻ ടു അവോയ്ഡ് ദ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഒന്ന്, വെൻ ദർ ഈസ് എ ക്ലിയർ സൊല്യൂഷൻ, അതായത് നിങ്ങൾക്ക് ആ കീ അവിടെ ഏതാണ് യൂസ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ആദ്യം ആ സംശയമുള്ള കീ ആണ് വെച്ച് തുറന്ന് നോക്കേണ്ടത്, അല്ലേ? സോ വെൻ ദർ ഈസ് എ ക്ലിയർ സൊല്യൂഷൻ, വെൻ ദ കോസ്റ്റ് ഓഫ് ഫെയിലിയർ ഈസ് ഹൈ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ വളരെ ടൈം കൺസ്ട്രെയിൻഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ ടൈം ഇങ്ങനെ വേസ്റ്റ് ആയി പോവുകയാണ് ചെയ്യുക ഓരോ കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കുമ്പോൾ. അവിടെ വേറെ വല്ല സൊല്യൂഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വെൻ യു ആർ വർക്കിംഗ് വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ്, ഒരു എന്തെങ്കിലും കെമിക്കൽ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഫോളോ ചെയ്യരുത്. കാരണം അവിടെ ഓരോ എക്സ്പെരിമെൻ്റ് നിങ്ങൾ ചെയ്യുമ്പോഴും ഈ കെമിക്കൽ മെറ്റീരിയൽ കഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, അല്ലേ? അതിൻ്റെ ക്വാണ്ടിറ്റി റെഡ്യൂസ് ആയിക്കൊണ്ടേയിരിക്കുകയായിരിക്കും. അപ്പോൾ അവിടെയും നിങ്ങൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഫോളോ ചെയ്യരുത്. അവിടെ ക്ലിയർ കട്ട് സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി അവൈലബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ആ സൊല്യൂഷന് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അല്ലാത്ത സിറ്റുവേഷനിൽ നിങ്ങൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കൺസിഡർ ദ സിറ്റുവേഷൻ വേർ യു ഹാവ് ഫോർഗോട്ടൺ ദ പാസ്വേഡ് ടു യുവർ ഓൺലൈൻ അക്കൗണ്ട് ആൻഡ് ദർ ഈസ് നോ പാസ്വേഡ് റിക്കവറി ഓപ്ഷൻ അവൈലബിൾ. യു ഡിസൈഡ് ടു യൂസ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ടു റീഗെയിൻ ആക്സസ്. പാസ്വേഡ് ഫോർഗോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന ഒരു മെത്തേഡാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഓക്കെ, ഇതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ഉണ്ട്. ഇപ്പോൾ പഴയ കാലങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന സൂട്ട് കേസ് പെട്ടി നിങ്ങൾ കണ്ടായിരിക്കും. അതിനകത്തൊരു നമ്പർ ലോക്ക് ഉണ്ടായിരിക്കും. 3 വീല് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഒരു പട്ടിയിൽ നമ്പറിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യാൻ പറ്റാവുന്ന ടൈപ്പ് ബോക്സസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ നമ്പർ മറന്നു കഴിഞ്ഞാൽ 3 വീലാണ് ഉണ്ടാവുക. ആ 3 വീലിൻ്റെ നമ്പർ നിങ്ങൾ മറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റും, അല്ലേ? എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? 000 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അത് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ 001 സ്റ്റാർട്ട് ചെയ്യാം, തുടങ്ങുക. 001 കൊടുത്തു നോക്കുക, 002 കൊടുത്തു നോക്കുക. അതിങ്ങനെ എല്ലാ സൊല്യൂഷൻസും ട്രൈ ചെയ്ത് നോക്കുക. ലാസ്റ്റ് 999 എങ്കിലും ഇതിനുള്ളിലുള്ള ഏതെങ്കിലും ഒരു നമ്പർ എന്തായാലും ഉണ്ടായിരിക്കും. സോ ഇതും ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. ഓക്കെ, മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സപ്പോസ് നിങ്ങളെ വീട്ടിലുള്ള അല്ലെങ്കിൽ ഓഫീസിലുള്ള പ്രിന്റർ വർക്ക് ചെയ്യുന്നില്ല എന്ന് കരുതുക. അപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു എക്സാക്ട് സൊല്യൂഷൻ എന്താണ് അവിടെ പ്രോബ്ലം എന്നുള്ളത് നിങ്ങൾക്ക് എക്സാക്ട് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനത്തെ കേസിൽ നിങ്ങൾ ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. ഒന്ന്, ട്രൈ ചെക്കിംഗ് ദ ഇങ്ക് ലെവൽ. അതിൻ്റെ ഇങ്കിലാണോ പ്രശ്നം എന്നുള്ളത്, അല്ലെങ്കിൽ മഷില്ലാത്ത പ്രശ്നമാണോ അല്ലെന്നുള്ളത് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക ഫസ്റ്റ്. അത് വർക്ക് ചെയ്യുന്നില്ല എന്നല്ല, ഇഫ് ദാറ്റ് ഡസൻറ്റ് വർക്ക്, check to make sure the proper tray is not jammed. അതിൻ്റെ പേപ്പർ ട്രേ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പേപ്പർ ജാം ആയിക്കണോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അതും അല്ല എന്നുണ്ടെങ്കിൽ ആ പ്രിൻ്റർ ലാപ്ടോപ്പിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്, കേബിൾ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്തു. അങ്ങനെ ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് ട്രൈ ചെയ്യുന്നതാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഇതുപോലെ ഒരു വലിയൊരു പാരഗ്രാഫ് അല്ലെങ്കിൽ വലിയൊരു സെൻറ്റൻസ് ഒക്കെ തന്നിട്ട് ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇതൊരു സിനാരിയോ തന്നിട്ടുണ്ട്, ഒരു സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഇതുപോലത്തെ ഗെയിമുകൾ കളിച്ചിട്ടുണ്ടായിരിക്കും, ചെറിയ പസിൽസ് കളിച്ചിട്ടുണ്ടായിരിക്കും. എ ഫാർമർ വിത്ത് എ ഫോക്സ്, എ ഗോസ് ആൻഡ് എ സാക്ക് ഓഫ് കോൺ
നീഡ്സ് ടു ക്രോസ് എ റിവർ. അതായത് ഇവിടെ ഒരു സൈഡിൽ ഒരു ഫാർമർ ഉണ്ട്. ആ ഫാർമറിന് ഇത് റിവറാണ്. ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് കടക്കണം ആ ഫാർമറിന്. അയാളുടെ കയ്യിൽ ഒരു ഫോക്സ് ഉണ്ട്, ഗൂസ് ഉണ്ട്, അതുപോലെ സാക്ക് ഓഫ് കോണും ഉണ്ട്. ഇവിടെ ചില കണ്ടീഷൻസ് പറയാം. അയാളുടെ കയ്യിൽ ഒരു ബോട്ടും ഉണ്ട്. അപ്പോൾ ഈ ബോട്ട് യൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞ 3 കാര്യങ്ങളെയും റിവറിൻ്റെ അങ്ങേ സൈഡിലോട്ട് എത്തിക്കണം. ഓക്കെ, അപ്പോൾ അവിടെ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അറ്റ് എ ടൈം ഒരാളെ ബോട്ടിലൂടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുപോലെ ഈ ഗൂസും കോണും അറ്റ് എ ടൈം ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു സൈഡിൽ വരാൻ പാടില്ല. വരികയാണെങ്കിൽ തന്നെ അവിടെ ഫാർമർ ഉണ്ടായിരിക്കണം. വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഗൂസ് കോൺ കംപ്ലീറ്റ് എടുത്ത് തിന്നും. അതേപോലെ തന്നെ ഫോക്സും ഗൂസും ഒരേ സൈഡിൽ വരാൻ പാടില്ല വിത്തൗട്ട് ഫാർമർ. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഗൂസിനെ ഫോക്സ് എടുത്ത് തിന്നും. അപ്പം അങ്ങനെയുള്ള ചില കണ്ടീഷൻസ് ഉണ്ട്. അതേപോലെ അറ്റ് എ ടൈം ഈ ബോട്ടിൽ ഫാർമറെ കൂടാണ്ട് വേറൊരു സാധനത്തും കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് റിവറിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്തിക്കാനുള്ള സൊല്യൂഷനാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഓൾറെഡി ഈ സൊല്യൂഷൻ അറിയുന്ന ഒരാൾ ആ സൊല്യൂഷൻ ഡയറക്റ്റായിട്ട് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ നോക്കും അല്ലേ. അറിയാത്ത ഒരാൾ എന്ത് ചെയ്യും? ഓരോന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കും. സൊല്യൂഷൻ ആവുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും. ഒരു അറിയാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ യൂസ് ചെയ്യുക ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുക. അറിയുന്ന ഒരാൾ ആ സൊല്യൂഷൻ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ നോക്കും. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എക്സാമിന് ഇതുപോലെ വരച്ചു വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങളതൊരു സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതിയാൽ മതി. ഇതൊന്ന് നോക്കുക. ഫസ്റ്റ് എന്ത് ചെയ്യണം? ഗൂസിനെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് എത്തിക്കണം. അപ്പോൾ ഗൂസ് ഈ സൈഡിലായി. തിരിച്ച് ഫാർമർ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യണം? ഫോക്സിനെ അങ്ങോട്ട് എത്തിക്കണം. സോ ഗൂസും ഫോക്സും ഈ സൈഡിലായി. എന്നിട്ട് തിരിച്ച് വരുമ്പോൾ എന്ത് ചെയ്യുക? ഗൂസിനെ അവിടെ നിന്ന് എടുത്തിട്ട് ഗൂസിനെ ഇങ്ങേ സൈഡിൽ എത്തിക്കുക. ഓക്കെ, പിന്നെ രണ്ടാമത്തെ പോക്കിൽ പിന്നെ അടുത്ത പോക്കിൽ എന്ത് ചെയ്യുക? ആ കോണ് അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഫോക്സും കോണും ഒരു സൈഡിലായി. അത് കുഴപ്പമില്ല. ഗൂസും കോണും ഒരു സൈഡിൽ വന്നാലേ പ്രശ്നമുള്ളൂ. ദെൻ ഫാർമർ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് ആ ഒരു ഗൂസിനും കൂടി അങ്ങോട്ട് എത്തിക്കുക. ഇതാണ് ഫൈനൽ സൊല്യൂഷൻ. ഇനി രണ്ടാമത്തെ മെത്തേഡ് അൽഗോരിതം ആൻഡ് ഹ്യൂറിസ്റ്റിക് മെത്തേഡാണ്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ട്രയൽ ആൻഡ് എറർ മെത്തേഡാണെന്ന് ഞാൻ പറഞ്ഞു. ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് ട്രൈ ചെയ്യുക. പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നെങ്കിൽ വേറെ ട്രൈ ചെയ്യുക. സോ അങ്ങനെ ഡിഫറെൻറ്റ് ട്രൈ നടത്തിയിട്ട് ഫൈനൽ സൊല്യൂഷനോട്ട് എത്തിക്കുന്നതാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അടുത്ത മെത്തേഡ് അൽഗോരിതം ആൻഡ് ഹ്യൂറിസ്റ്റിക്. ഓക്കെ, ഇത് രണ്ടും നേരെ ഓപ്പോസിറ്റ് ആക്ഷനാണ്. അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ്, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് വേ ഓഫ് പ്രോബ്ലം സോൾവിങ് ആണ് അൽഗോരിതം. ഒരു ക്ലിയർ കട്ട് സൊല്യൂഷൻ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്നിട്ട് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ, ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അൽഗോരിതമിക് അപ്രോച്ച്. അതാണ് ഒരു സിസ്റ്റമാറ്റിക്, ഒരു സയൻറ്റിഫിക് മെത്തേഡ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ ഏരിയ കാണണം. സിമ്പിളായിട്ടൊരു പ്രോബ്ലം, ഏറ്റവും സിമ്പിളായിട്ടൊരു പ്രോബ്ലം, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. ഇപ്പോൾ സർക്കിളിൻ്റെ ഏരിയ കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ അൽഗോരിതം എഴുതുമ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് എന്നുള്ള സ്റ്റെപ്പാണ് ഫസ്റ്റ് എഴുതുന്നത്. സോ സ്റ്റാർട്ട്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് അതിനകത്ത് അൺനോൺ ആയിട്ടുള്ള വേരിയബിൾസിൻ്റെ വാല്യൂ എല്ലാം റിസീവ് ചെയ്യണം. സോ റീഡ് ദ സർക്കിൾ റേഡിയസ്. റേഡിയസ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഏരിയ കാണാൻ പറ്റില്ല. അപ്പോൾ റേഡിയസ് എന്താണെന്നുള്ളത് റീഡ് ചെയ്യണം. അതുപോലെ പൈൻ്റെ വാല്യൂ നിങ്ങൾ ഇനീഷ്യലൈസ് ചെയ്യണം. ഓക്കെ, അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ദ ഏരിയ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെന്നുള്ളതാണ് അല്ലേ. ആറിൻ്റെ വാല്യൂ അറിയാം, പൈൻ്റെ വാല്യൂ അറിയാം. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പൈ ആർ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ. നാലാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? നിങ്ങൾ തൊട്ട് മേലെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയ പ്രിന്റ് ചെയ്യുക, യൂസറിന് കാണിച്ചു കൊടുക്കണം, റിസൾട്ട് കാണിച്ചു കൊടുക്കണം. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ സ്റ്റോപ്പ് ചെയ്യുക, അൽഗോരിതം സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ ഓരോ സിസ്റ്റമാറ്റിക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്കിയിട്ട് എഴുതുന്നതാണ് അൽഗോരിതം. സോ അൽഗോരിതംസ് ആൻഡ് ഹ്യൂറിസ്റ്റിക് ആർ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ടു പ്രോബ്ലം സോൾവിങ്. Algorithms are step-by-step procedure
ഫോർ എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാനുള്ള അല്ലെങ്കിൽ സൊല്യൂഷനുള്ള ഡിഫറെൻറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ് അൽഗോരിതം. ദേ ആർ ഗ്യാരണ്ടീഡ് ടു ഈൽഡ് ദ കറക്റ്റ് സൊല്യൂഷൻ. അപ്പം അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളൊരു അൽഗോരിതം എഴുതി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഉറപ്പാണ് അവിടെ ഫൈനൽ റിസൾട്ട് കിട്ടുന്നുള്ളത്. ഓക്കെ, ബട്ട് മേ ബി ടൈം കൺസ്യൂമിങ് ആൻഡ് റിക്വയർ എ ലോട്ട് ഓഫ് മെൻ്റൽ എഫേർട്ട്. നിങ്ങൾ കുറച്ച് തിങ്ക് ചെയ്യേണ്ടി വരും അങ്ങനെ ഒരു അൽഗോരിതം ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. പക്ഷെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അൽഗോരിതം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കോഡാക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ സൊല്യൂഷൻ അവിടെ കിട്ടുന്നുള്ള കാര്യം 100% ഷുവറാണ്. അതാണ് അൽഗോരിതത്തിൻ്റെ പ്രത്യേകത. എക്സാമ്പിൾ, Google use algorithms to decide which entries will appear first in your list of results. ഇപ്പം നിങ്ങൾ ഗൂഗിളിൽ എന്തെങ്കിലും കീവേഡ് സെർച്ച് ചെയ്യാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റിസൾട്ട് വരും അല്ലേ. റിസൾട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു പെന്ന് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പെന്ന് അതിനുള്ള കറസ്പോണ്ടിങ് കീവേഡ് ഗൂഗിളിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ സൈറ്റ് ലിങ്കുകൾ വരും. അതായത് പെന്ന് സെല് ചെയ്യുന്ന ഡിഫറെൻറ്റ് കമ്പനികളുടെ വെബ്സൈറ്റുകൾ വരും. അപ്പോൾ അത് വെബ്സൈറ്റുകൾ ഏത് ഓർഡറിൽ വരണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഗൂഗിളിൻ്റെ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞ അൽഗോരിതമാണ്. സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞ അൽഗോരിതം നിങ്ങൾ ഹയർ സെമസ്റ്ററിൽ പഠിക്കും. അപ്പോൾ ആ അൽഗോരിതം വർക്ക് ചെയ്തിട്ടാണ് ഏത് ഓർഡറിൽ എലമെൻറ്റ് വരുത്തിക്കണം എന്നുള്ളത് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ഒരു അൽഗോരിതമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ ഗൂഗിൾ യൂസ് അൽഗോരിതം ഒക്കെ എഴുതാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഒരു ഇക്വേഷൻ ഓൾറെഡി അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഡിഫറെൻറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അത് വേണമെങ്കിൽ എക്സാമിന് എഴുതാൻ പറ്റും. ഇനി നേരെ ഓപ്പോസിറ്റ്, ഇൻ കോൺട്രാസ്റ്റ്, ഹ്യൂറിസ്റ്റിക്സ് ആർ ഷോർട്ട് കട്ട് സ്ട്രാറ്റജീസ് ഓർ റൂൾസ് ഓഫ് തമ്പ് ഫോർ എ സൊല്യൂഷൻ ബട്ട് ദർ ഈസ് നോ ഗ്യാരണ്ടി ഫോർ ദ സൊല്യൂഷൻ. അതായത് റൂൾസ് ഓഫ് തമ്പ് ഫോർ എ സൊല്യൂഷൻ, ദാറ്റ് മീൻസ് ഷോർട്ട് കട്ട് വേ ആണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. ഷോർട്ട് കട്ട് വേ ചിലപ്പം അങ്ങനെ ഷോർട്ട് കട്ട് ആയിട്ടുള്ളൊരു വേ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം അവിടെ നിങ്ങൾക്ക് പ്രോപ്പർ സൊല്യൂഷന് അല്ലെങ്കിൽ ഫൈനൽ സൊല്യൂഷൻ കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു സിറ്റി ബാംഗ്ലൂർ സിറ്റിയാണെന്ന് വെക്കുക. അവിടെ നിങ്ങൾക്ക് നിങ്ങളെ ഓഫീസിൽ നിന്ന് വീട്ടിലോട്ട് എത്താനുള്ള ഷോർട്ട് കട്ട് പാത്തുകൾ നിങ്ങൾക്ക് ഓൾറെഡി അവൈലബിൾ അറിയുന്നുണ്ടെങ്കിൽ ആ ഷോർട്ട് കട്ട് പാത്ത് നിങ്ങൾ എന്ത് ചെയ്യും, ഫോളോ ചെയ്തിട്ട് വീട്ടിലോട്ട് പെട്ടെന്ന് എത്താനാണ് നോക്കുക അല്ലേ. അതല്ല ടൗണിലൂടെ കറങ്ങിയിട്ടുള്ള പാത്ത്, ആക്ച്വൽ പാത്ത് അവിടെ ഉണ്ടെന്ന് കരുതുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗൂഗിൾ മാപ്പിലൊക്കെ ആ ഒരു ആക്ച്വൽ പാത്തായിരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരിക. പക്ഷെ അത് യൂസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഷോർട്ട് കട്ട് പാത്ത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ട്രാവൽ ചെയ്യാം. അവിടെ നിങ്ങളെ പാസ്റ്റ് എക്സ്പീരിയൻസ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങളവിടെ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് അപ്ലൈ ചെയ്തത്. അപ്പം അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴത് എല്ലാ കേസസിലും എല്ലാ സിറ്റുവേഷനിലും അല്ലെങ്കിൽ എല്ലാ ടൈമിലും അത് വർക്ക് ചെയ്തോളണമെന്നില്ല. ചിലപ്പം ആ റോഡ് ബ്ലോക്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഷോർട്ട് കട്ട് പാത്ത് എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്ക് എന്തെങ്കിലും വർക്ക് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റോഡ് അവിടെ ബ്ലോക്ക് ആവും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. സോ ഹിയർ ദേ ആർ എസ്റ്റിമേഷൻസ് ഓർ ഷോർട്ട് കട്ട് ബേസ്ഡ് ഓൺ പാസ്റ്റ് എക്സ്പീരിയൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പാസ്റ്റ് എക്സ്പീരിയൻസ്. ഓൾറെഡി നിങ്ങൾക്ക് അങ്ങനൊരു എക്സ്പീരിയൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഷോർട്ട് കട്ട് മെത്തേഡ് അപ്ലൈ ചെയ്യില്ല. ഓക്കെ, അതുപോലെ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഡ്രൈവിംഗ് ഇൻ എ സിറ്റി വിത്ത് ഫ്രീക്വൻറ്റ് ട്രാഫിക് കൺജഷൻ. അതുപോലെ ട്രാവലിംഗ് സെയിൽസ് പേഴ്സൺസ് പ്രോബ്ലം. സെയിൽസ് പേഴ്സൺ പ്രോബ്ലം എന്നുള്ളതൊരു അൽഗോരിതമാണ്. അവിടെ സെയിൽസ് പേഴ്സണ് ഏറ്റവും കുറഞ്ഞ ടൈമിൽ ഷോർട്ടസ്റ്റ് പാത്ത് യൂസ് ചെയ്തിട്ട് കസ്റ്റമറെ റീച്ച് ചെയ്യാനാണ് സെയിൽസ് പേഴ്സൺ നോക്കുക. അവിടെയും ഇതുപോലെ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് അപ്ലൈ ചെയ്തിട്ടൊക്കെയാണ് അയാൾ ട്രാവൽ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി റിയൽ വേൾഡിൽ നിങ്ങൾ ഈ മെത്തേഡൊക്കെ ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനൊക്കെ ഇംഗ്ലീഷ് വേർഡാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. ഹ്യൂറിസ്റ്റിക് മെത്തേഡ്, അതായത് ഷോർട്ട് കട്ട് പാത്ത്, റൂൾസ് ഓഫ് തമ്പ് മെത്തേഡ്, അൽഗോറിതമിക് സിസ്റ്റമാറ്റിക് അപ്രോച്ച്, ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഓക്കെ, ഇനി മൂന്നാമത്തെ മെത്തേഡ് മീൻസ് എൻഡ്സ് അനാലിസിസ് ആണ്. മീൻസ് എൻഡ്സ് അനാലിസിസ് യൂസ്ഡ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. AI ഏരിയയിലാണ് ഈ ഒരു അല്ലെങ്കിൽ AI ഏരിയയിൽ യൂസ് ചെയ്യുന്ന വരുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ബ്രേക്കിംഗ് ഡൗൺ എ പ്രോബ്ലം ഇൻ ടു സ്മോളർ more manageable sub-problems to reduce the difference between the current state and the desired goal state. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഓൾറെഡി നേരത്തെ പറഞ്ഞു, നിങ്ങൾക്കൊരു വലിയൊരു ടാസ്ക് ഉണ്ട്, നേരത്തെ വലിയൊരു പ്രോബ്ലം ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ മുന്നിൽ വലിയൊരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഒറ്റ സ്ട്രെച്ചിൽ അത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വലിയൊരു പ്രോബ്ലത്തെ ചെറിയ ചെറിയ കുഞ്ഞ് ടാസ്ക് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് സോൾവ് ചെയ്യും. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നിങ്ങൾക്ക് ഇതെല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു വലിയൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു കാൽക്കുലേറ്റർ ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞു തന്നില്ല, ഒരു കാൽക്കുലേറ്റർ ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കാൽക്കുലേറ്റർ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഈ കാൽക്കുലേറ്റർ ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുറേ ഓപ്പറേഷൻസ് ഉണ്ട്. ഞാൻ സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്, അങ്ങനെ പല ഓപ്പറേഷൻസ് ഉണ്ട്, എക്സ്പോണന്റ്, ലോഗരിതം, അങ്ങനെ പല ഓപ്പറേഷൻസ് കാൽക്കുലേറ്ററിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ എല്ലാം കറസ്പോണ്ടിങ് കോഡ് കംപ്ലീറ്റ് ഒരൊറ്റ സ്ട്രെച്ചിൽ എഴുതുന്നതിന് പകരമായിട്ട് ചെറിയ ചെറിയ ടാസ്കുകളാക്കിയിട്ട് അഡീഷൻ ചെയ്യാനുള്ള കോഡ് എഴുതുക, സബ്ട്രാക്ട് ചെയ്യാനുള്ള വേറെ കോഡ് എഴുതുക, മൾട്ടിപ്ലൈ ചെയ്യാനുള്ള വേറെ കോഡ് എഴുതുക, ഇതെല്ലാം ചെറിയ ചെറിയ ടാസ്ക് ആക്കിയിട്ട് സോൾവ് ചെയ്യാൻ നോക്കുക. അതിനുള്ള കറസ്പോണ്ടിങ് കോഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു വലിയൊരു ആപ്ലിക്കേഷൻ ആക്കിയിട്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് മീൻസ് എൻഡ്സ് അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മീൻസ് എൻഡ്സ് എന്നുള്ള വേർഡ് വരാൻ കാരണം നിങ്ങളിവിടെ ചെറിയ ചെറിയ ടാസ്കുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ ചെറിയ ടാസ്കുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ സബ് ഗോളുകൾ, അതാണ് ഇവിടുത്തെ മീൻസ്. ഇപ്പോൾ കുറേ മീൻസുകളുണ്ട്, കുറേ സബ് ഗോൾസ് ഉണ്ട്. എൻഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനലി അച്ചീവ് ചെയ്യാനുള്ള ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഫൈനൽ സൊല്യൂഷൻ, അതാണ് എൻഡ്സ്. സോ മീൻസ് എൻഡ്സ് അനാലിസിസ് എന്ന് പറയാൻ കാരണം നിങ്ങൾ ഓരോ സബ് ഗോളും സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ ഫൈനൽ ഗോളിലും നിങ്ങൾ കറണ്ട് സ്റ്റേറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എത്രത്തോളം അങ്ങോട്ട് എത്തിയിട്ടുണ്ടെന്നുള്ളത്, ഫൈനൽ ഗോളിലോട്ട് എത്തിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോബ്ലം സോൾവ് ചെയ്യുക. ഇതാണ് മീൻസ് എൻഡ്സ് അനാലിസിസ്. എക്സാമിൽ ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എക്സാമിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് മീൻസ് എൻഡ്സ് അനാലിസിസിൽ എന്താണ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒരു വലിയൊരു പ്രോബ്ലത്തെ നിങ്ങൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ചെറിയ ചെറിയ സബ് പ്രോബ്ലം ആക്കിയിട്ട് അല്ലെങ്കിൽ സ്മോളർ പ്രോബ്ലം ആക്കിയിട്ട് മാനേജബിൾ സബ് പ്രോബ്ലംസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. എന്ത് മീൻസ് എൻഡ്സ് അനാലിസിസ്. ഫോർ എക്സാമ്പിൾ, ഇമാജിൻ യു വാണ്ട് ടു പ്ലാൻ എ റോഡ് ട്രിപ്പ് ഫ്രം അവർ കോളേജ് ടു കാശ്മീർ. നിങ്ങൾ കോളേജിൽ നിന്ന് കാശ്മീരിലോട്ട് ഒരു റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യണമെന്ന് കരുതുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരൊറ്റ സ്ട്രെച്ചിൽ ഇവിടുന്ന് കാശ്മീരിലോട്ട് വിടുന്നതിന് പകരമായിട്ട് റോഡ് വിടുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഡിഫറെൻറ്റ് മീൻസ് വെക്കാൻ പറ്റും അല്ലേ? ബാംഗ്ലൂർ പോയിട്ട് അവിടെ ഹോൾട്ട് ചെയ്യുക, ഹൈദരാബാദ് പോയിട്ട് അവിടെ ഹോൾട്ട് ചെയ്യുക, ഡൽഹിയിൽ പോയിട്ട് അവിടെ ഹോൾട്ട് ചെയ്യാം, അങ്ങനെ ഡിഫറെൻറ്റ് മീൻസുകൾ വെക്കാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് നിങ്ങൾ കറണ്ട് സ്റ്റേറ്റ് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, അവിടുന്ന് കാശ്മീരിലോട്ടുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ വലിയൊരു ടാസ്ക് ആണത്. അപ്പോൾ അവിടുന്ന് നിങ്ങൾ നേരെ ബാംഗ്ലൂർ എത്തി. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി അങ്ങോട്ട് അടുത്തെത്തി അല്ലേ, കാശ്മീരിലോട്ട് കുറച്ചും കൂടി അടുത്തെത്തി, ആ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ അടുത്ത ഡെസ്റ്റിനേഷൻ ഹൈദരാബാദ്, അപ്പോൾ കുറച്ചും കൂടി ഡിസ്റ്റൻസ് കുറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓരോ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഓരോ മീൻസ് സോൾവ് ചെയ്യുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, കറണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലോട്ടുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. അവിടെ കുറയലാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. അങ്ങനെ കുറഞ്ഞ് റെഡ്യൂസ് ചെയ്തിട്ട് അൾട്ടിമേറ്റ് എയിം ആയിട്ടുള്ള കാശ്മീർ എത്തിച്ചേരുക. അപ്പോൾ അത് മീൻസ് എൻഡ്സ് അനാലിസിസ് വെച്ചിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സാമിന് ഇതുപോലുള്ള ഒരു സിറ്റുവേഷൻ തന്നിട്ട് നിങ്ങൾക്ക് ആ പ്രോബ്ലം മീൻസ് എൻഡ്സ് അനാലിസിസ് യൂസ് ചെയ്ത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, implement the plan, adjust as needed, in this case based on the traffic. ഇപ്പോൾ ഇതിന് ചെറിയൊരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ചാർട്ടാണ്, ഒന്നുമില്ല, ഇത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ഇവിടെ നമ്മളെ അൾട്ടിമേറ്റ് ഗോൾ ഉണ്ട്, എൻഡ് ഗോൾ, ഇങ്ങോട്ടാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്, അല്ലെങ്കിൽ ഈ ഗോളാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്, ഈ പ്രോബ്ലമാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഡിഫറെൻറ്റ് സബ് ഗോളുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 ഗോളാക്കി ഡിവൈഡ് ചെയ്ത്, ഈ 2 ഗോളിനെ നിങ്ങൾക്ക് വീണ്ടും സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാം, ചെറിയ ചെറിയ ടാസ്ക് ആക്കിയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാം. ഇപ്പം മാനേജബിൾ സബ് ഗോളുകളായി, നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാവുന്ന ചെറിയ
4 ഗോളുകളായി. പിന്നെ നിങ്ങളെ കറസ്പോണ്ടിങ് ആക്ഷൻ എന്താണോ ആ ആക്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതായത് അത് സോൾവ് ചെയ്യാനുള്ള കാര്യം കണ്ടെത്തുക, അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അങ്ങനെ ഫൈനലി ഇതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഫൈനൽ ഗോളാക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് മീൻസ് എൻഡ്സ് അനാലിസിസ്. സോ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? പ്രോബ്ലം ഡീകമ്പോസിഷൻ നടക്കുന്നുണ്ട് അല്ലേ? വലിയൊരു പ്രോബ്ലത്തെ ഡീകമ്പോസ് ചെയ്യുന്നുണ്ട്. വെൻ ദ പ്രോബ്ലം ടു ബി സോൾവ്ഡ് ഈസ് ടു കോംപ്ലക്സ് ടു മാനേജ്, break it into manageable parts known as sub-problems. This process is known as problem decomposition. Problem decomposition. So ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? Understand the problem, identify the sub-problems, solving the sub-problems, combine the solution, test the combined solution. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നടക്കുന്നത്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡിഫറെൻറ്റ് സ്റ്റെപ്പ് ആക്കിയിട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ടവർ ഓഫ് ഹാനോയ് പാരഡിഗം. ഇതൊരു പ്രോബ്ലം ആണ്, ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം ആണ്. മാത്തമാറ്റിക്കലി ജസ്റ്റ് ഒരു പസിൽ ടൈപ്പ് പ്രോബ്ലം ആണ് ടവർ ഓഫ് ഹാനോയ് പ്രോബ്ലം. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനൊരു ഡയഗ്രാം കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് ടവർ ഓഫ് ഹാനോയ് പാരഡിഗം. അതായത് ഒറിജിനലി നമുക്കൊരു ടവർ ഉണ്ട്. ആ ടവറിൽ 3 ഡിസ്കുകൾ ഉണ്ട് അല്ലേ? 3 കളറിലുള്ള ഡിസ്കുകളുണ്ട്. ഇതിൻ്റെ സൈസ് വെച്ചിട്ടുള്ളത് ഡിക്രീസിങ് ഓർഡറിലാണ് ഈ ടവറിൻ്റെ മേലെ ഈ ഡിസ്കുകൾ വെച്ചിട്ടുള്ളത്. ഗ്രീനിന് സൈസ് കൂടുതലാണ്, യെല്ലോ കളറിന് സൈസ് കുറച്ച് കുറവാണ്, ദെൻ ഓറഞ്ച് കളറിന് സൈസ് കുറച്ചുകൂടി കുറവാണ്. അപ്പം ഇങ്ങനെ ഡിസെൻഡിങ് ഓർഡറിലാണ് ഈ ഒരു ടവറിൻ്റെ മേലെ ഡിസ്കുകൾ വെച്ചിട്ടുള്ളത്. ഞാനൊരു പ്രോബ്ലം പറയാണ്. നമ്മൾ അൾട്ടിമേറ്റ് എയിം, ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒറിജിനൽ ടവറിൽ നിന്ന് ഡെസ്റ്റിനേഷൻ ടവറിലോട്ട് എന്ത് ചെയ്യണം? ഈ 3 ഡിസ്കുകൾ എത്തിക്കണം. ഈ 3 ഡിസ്കുകൾ എത്തിക്കണം. അറ്റ് എ ടൈം ഒരു ഡിസ്ക് മാത്രമേ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ ഫൈനലി എത്തിക്കഴിഞ്ഞാലും ഇതേപോലെ തന്നെ ഡിക്രീസിങ് ഓർഡറിൽ ആകും വേണം. ഡിക്രീസിങ് ഓർഡറിൽ ആകും വേണം. ഇതാണ് നമ്മുടെ എയിം അല്ലെങ്കിൽ ഗോൾ. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒരു മിഡ് ടവർ ഇവിടെ ഉണ്ട്. മിഡ് ടവർ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിനെ അങ്ങോട്ട് സ്വാപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൊല്യൂഷനാണ് ഇവിടെ പറയുന്നത്. സോ ദ ആക്ച്വൽ ടവർ ഓഫ് ഹാനോയ് പ്രോബ്ലം കൺസിസ്റ്റ് ഓഫ് 3 rods സിറ്റിംഗ് vertically on a base with a number of discs of different sizes that can slide onto any rod. Okay, the puzzle starts with the disc in a neat stack in ascending order of size on one rod, the smallest at the top making a conical shape. ഒരു കോണിക്കൽ ഷേപ്പ് ആണല്ലേ? അതായത് ഡിസെൻഡിങ് ഓർഡറിലാണ് അവിടെ വെച്ചിട്ടുള്ളത്. The objective of the puzzle is to move the entire stack to another rod obeying the following rule. Rules എന്തൊക്കെയാണ്? Only one disc can be moved at a time. Each move consists of taking the upper disc from one of the stacks and placing it on top of the another stack or on an empty rod. ഒന്നുകിൽ empty റോഡിന് മേലെ വെക്കാം, അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ പ്ലേസ് ചെയ്തതിന് മേലെ മറ്റത് വെക്കാം. പക്ഷെ അവിടെ എന്തായിരിക്കണം? സൈസ് ഡിസെൻഡിങ് ഓർഡറിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നോ ലാർജർ ഡിസ്ക് മേ ബി പ്ലേസ്ഡ് ഓൺ ടോപ്പ് ഓഫ് സ്മോളർ ഡിസ്ക്. അപ്പോൾ ഇതാണ് ഇവിടെ തന്നിട്ടുള്ള കണ്ടീഷൻസ്. അപ്പോൾ ഇതാണ് ടവർ ഓഫ് ഹാനോയ് പാരഡിഗം. ഇതെങ്ങനെ സോൾവ് ചെയ്യാം? വിത്ത് 3 discs the puzzle can be solved in 7 moves. അതായത് അറിയുന്ന ഒരാൾക്ക് ഇത് 7 മൂവ് കൊണ്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. So the minimal moves required to solve the Tower of Hanoi puzzle is 2 raised to n minus 1. അത്രയും സ്റ്റെപ്പുകളാണ് വേണ്ടി വരിക. അതായത് n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡിസ്ക് ആണ്. സോ 2 raised to 3 എന്ന് പറഞ്ഞാൽ 8 minus 1, that is 7. അങ്ങനെയാണ് 7 വന്നിട്ടുള്ളത്. അതൊന്നും നിങ്ങളിപ്പോൾ തൽക്കാലം അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യാം നമുക്ക്? ഇവിടെ ഈ ഒരു പ്രോബ്ലത്തെ, ഇതാണ് നമുക്ക് അൾട്ടിമേറ്റ് എയിം അല്ലേ? എ എന്നുള്ള ടവറിൽ നിന്ന് സി എന്നുള്ള ടവറിലോട്ട് ഇതേ ഓർഡറിൽ എത്തിക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് എയിം. അപ്പോൾ ഇത് നിങ്ങൾ അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ അവിടെ ട്രയൽ ആൻഡ് എറർ മെത്തേഡും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അറിയാത്ത ഒരാളാണെങ്കിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് അവിടെ സോൾവ് ചെയ്യാൻ നോക്കുക.
അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിലോ മീൻ സെൻസ് അനാലിസിസ് ആണ് ചെയ്യാൻ നോക്കുക. ഈ ഒരു വലിയൊരു ടാസ്കിനെ ഡിവൈഡ് ചെയ്തിട്ട് ചെറിയ ചെറിയ ടാസ്ക് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത് സോൾവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു ട്രീ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ട്രീ ഒന്ന് നോക്കുക. ഇവിടെ 3AC, അതായത് 3 ഡിസ്കുകൾ എ എന്നുള്ള ടവറിൽ നിന്ന് സി എന്നുള്ള ടവറിലോട്ട് എത്തിക്കുക. അതാണ് 3AC എന്ന് പറയാൻ കാരണം. 3 ഡിസ്കുകൾ എ എന്നുള്ള ടവറിൽ നിന്ന് സി എന്നുള്ള ടവറിലോട്ട് എത്തിക്കണം. അപ്പോൾ അത് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം. ഇതിനെ 2AB ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യം 2 ഡിസ്കുകളെ എയിൽ നിന്ന് ബിയിലോട്ട് എത്തിക്കുക. എയിൽ നിന്ന് ബിയിലോട്ട് എത്തിക്കുക അല്ലേ? 2 ഡിസ്കുകളെ എയിൽ നിന്ന് ബിയിലോട്ട് എത്തിക്കുക. ഇനി ഒരു ഡിസ്കാണ് ബാക്കിയുള്ളത് അല്ലേ? ആ ഒരു ഡിസ്ക് എയിൽ നിന്ന് സിയിലോട്ട് എത്തിക്കുക. ആ ഒരു ഡിസ്ക് എയിൽ നിന്ന് സിയിലോട്ട് എത്തിക്കുക. ഇപ്പോൾ 2 ഡിസ്ക് എയിൽ നിന്ന് ബിയിലോട്ട് എത്തിച്ചിട്ടുണ്ട് നമ്മൾ അല്ലേ? ആ 2 ഡിസ്കിനെ ബിയിൽ നിന്ന് സിയിലോട്ട് എത്തിക്കണം. ബിയിൽ നിന്ന് സിയിലോട്ട് എത്തിക്കണം. അപ്പോൾ ഇതാണ് 3 സ്റ്റെപ്പ്, അല്ലെങ്കിൽ 3 സ്റ്റെപ്പ് ആയിട്ടുള്ളൂ. ഇനി ഇവിടെ 2 ഡിസ്ക് എയിൽ നിന്ന് ബിയിലോട്ട് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു പ്രോബ്ലമാണ്. അതേപോലെ 2 ഡിസ്ക് ബിയിൽ നിന്ന് സിയിലോട്ട് എത്തിക്കുക എന്നുള്ളത് അതും ഒരു പ്രോബ്ലമാണ്. ഒരു ഡിസ്ക് അറ്റ് എ ടൈം മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഓൾറെഡി കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ഡിസ്ക് എയിൽ നിന്ന് ബിയിലോട്ട് എത്തിക്കാനുള്ള മെത്തേഡ് എന്തൊക്കെയാണ്? ഒരു ഡിസ്കിനെ ഫസ്റ്റ് എയിൽ നിന്ന് സിയിലോട്ട് എത്തിക്കുക, ഒരു ഡിസ്കിനെ എയിൽ നിന്ന് ബിയിലോട്ട് എത്തിക്കുക, ഒരു ഡിസ്കിനെ സിയിൽ നിന്ന് ബിയിലോട്ട് തിരിച്ചിടേണ്ട സിറ്റുവേഷൻ വരും. അത് നമുക്ക് നോക്കാം. ഓക്കെ, അത് സ്വാപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസ്കിനെ നമുക്ക് ടെമ്പററി ആയിട്ടുള്ള മിഡിൽ ടവറിലോട്ട് എത്തിക്കേണ്ടി വരും. ഇതേപോലെ തന്നെ ഒരു ഡിസ്കിനെ ബിയിൽ നിന്ന് എയിലോട്ട് എത്തിക്കേണ്ടി വരും, ഒരു ഡിസ്കിനെ ബിയിൽ നിന്ന് സിയിലോട്ട് എത്തിക്കേണ്ടി വരും, ഒരു ഡിസ്കിന് എയിൽ നിന്ന് സിയിലോട്ടും എത്തിക്കേണ്ടി വരും. ഇനി നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ നോക്കാം. ഇത് ഓൾറെഡി നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഇങ്ങനെ ഡയഗ്രാമായിട്ട് വരക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു കോംപ്ലിക്കേഷൻ തോന്നുന്നുണ്ടാവുക. സോ ഇവിടെ ഇതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം, എയിൽ നിന്ന് സിയിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ 3AC, 3 ഡിസ്ക് എയിൽ നിന്ന് സിയിലോട്ട് എത്തിക്കണം. അതിന് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട എന്താണ്? 2AB, 2 എണ്ണം എയിൽ നിന്ന് ബിയിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. 2 എണ്ണം എയിൽ നിന്ന് ബിയിലോട്ട് എത്തിക്കുക. അതാണ് ഇവിടെ കാണുന്നത്. 2 എണ്ണം എയിൽ നിന്ന് ബിയിലോട്ട് എത്തിച്ചിട്ടു. അത് എങ്ങനെ എത്തിക്കുക എന്നുള്ളത് നമ്മൾ അടുത്ത പ്രോബ്ലമാണ്, സബ് പ്രോബ്ലം. അത് അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട്. 2 എണ്ണം എയിൽ നിന്ന് ബിയിലോട്ട് എത്തിക്കുക എന്നുള്ളത്. പിന്നെ ഒരെണ്ണം എയിൽ നിന്ന് സിയിലോട്ട് എത്തിക്കണം അല്ലേ? ഒരെണ്ണം എയിൽ നിന്ന് സിയിലോട്ട് എത്തിക്കണം. അതേപോലെ തന്നെ 2 എണ്ണം. അപ്പോൾ ഒരെണ്ണം എയിൽ നിന്ന് സിയിലോട്ട് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് എയിൽ നിന്ന് സിയിലോട്ട് എത്തിക്കുക. അത് വാലിഡ് ആയിട്ടുള്ള സൊല്യൂഷനാണ്. കാരണം അറ്റ് എ ടൈം ഒന്നേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ കയ്യിലുള്ള 2 പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഒന്ന് 2 എണ്ണം എയിൽ നിന്ന് ബിയിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. അതേപോലെ ഓൾറെഡി ബിയിൽ നിന്ന് ഉള്ള 2 എണ്ണം സിയിലോട്ടും എത്തിക്കണം. അപ്പോൾ ഈ 2 പ്രോബ്ലമാണ് ഇനി നമുക്ക് സോൾവ് ചെയ്യാനുള്ളത്. ആ 2 പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യാന്നുള്ള ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് 2 എണ്ണം എയിൽ നിന്ന് ബിയിലോട്ട് എത്തിക്കാനുള്ള പ്രോബ്ലം നോക്കാം. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 എണ്ണം എയിൽ നിന്ന് ബിയിലോട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം 1 എയിൽ നിന്ന് ബിയിലോട്ട് എത്തിക്കണം, 1 എയിൽ നിന്ന് ബിയിലോട്ട് എത്തിക്കണം. പിന്നെ ഓൾറെഡി സിയിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരെണ്ണം ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലേ? അതിനെ തിരിച്ചിങ്ങോട്ട് തന്നെ ഇടണം. കാരണം ഇത് ഡിസെൻഡിങ് ഓർഡറിലാവാൻ പാടില്ല. ഡിസെൻഡിങ് ഓർഡറിലാവണം, അസെൻഡിങ് ഓർഡറിലാവാൻ പാടില്ല. കാരണം ഇവിടെ ഇത് മാറ്റിയിട്ട് ഗ്രീനാണ് വരേണ്ടത് അല്ലേ? ഇത് മാറ്റിയിട്ട് ഗ്രീനാണ് വരേണ്ടത്. അപ്പം ഈ ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടി. ഇത് പ്രോബ്ലം അല്ലാതെ സൊല്യൂഷനായി. ഇനി ഇതേപോലെ നമ്മുടെ കയ്യിൽ രണ്ടാമത്തെ പ്രോബ്ലം എന്താണ്? 2BC ആണ് അല്ലേ? ആ 2BCയും നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. ആ 2BC സോൾവ് ചെയ്യാനുള്ള മെത്തേഡാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ എക്സാമിനേക്ക് ഇങ്ങനെ ഡയഗ്രം ഒന്നും വരച്ചു വെക്കേണ്ട ആവശ്യം വരുമൊന്നുമില്ല. ഞാൻ ഒരു സിറ്റുവേഷൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. അതായത് ഒരു വലിയൊരു ടാസ്ക് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ ചെറിയ ടാസ്ക് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. ഇത് ഞാൻ ബുക്കിൽ ഇങ്ങനൊരു എക്സാമ്പിൾ കൊടുത്ത കാരണം ആ ഡയഗ്രം ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ,
ഇനി നാലാമത്തെ മെത്തേഡ് പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജി ബാക്ക് ട്രാക്കിംഗ് ആണ്. ബാക്ക് ട്രാക്കിംഗ് ഇതും ഓൾറെഡി നിങ്ങൾ ഈ ഒരു മെത്തേഡ് പലരും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഈ ചെറിയ ചെറിയ കഥാബുക്കുകൾ കണ്ടായിരിക്കും അല്ലേ? ഇപ്പോൾ അതൊന്നും ഇറങ്ങുന്നുണ്ട്, പക്ഷെ ആരും വായിക്കുന്നില്ല. ഞങ്ങളൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്ന ടൈമിൽ സ്ഥിരമായിട്ട് വായിച്ചിരുന്ന ബുക്കായിരുന്നു ബാലരമ, ബാലമംഗളം എന്നൊക്കെ പറഞ്ഞിട്ട് ബുക്കുകൾ. അപ്പോൾ അതിനകത്തൊക്കെ ചെറിയ ചെറിയ പസിൽസ് ഉണ്ടാവും, നല്ല സോൾവ് ചെയ്യാൻ പറ്റിയ പസിൽസ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു റാബിറ്റ് ഉണ്ട്. ആ റാബിറ്റിന് അതിൻ്റെ കൂട്ടിലോട്ടുള്ള വഴി കാണിച്ചു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിന് ഫുഡിനുള്ള ലൊക്കേഷനിലോട്ട് എത്തിച്ചു കൊടുക്കണം. അപ്പോൾ കുറേ മെയ്സസ് അല്ലെങ്കിൽ കുറേ പാത്തുകൾ ഉണ്ടായിരിക്കും. ആ പാത്ത് ഒരു പ്രോബ്ലംസും കൂടാണ്ട് എവിടെയും സ്റ്റക്ക് ആവാണ്ട് മുന്നോട്ട് മൂവ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ കുറേ സെല്ലുകൾ ഉണ്ടെന്ന് കരുതുക. ഇതിൽ ചില സെല്ലുകൾ ബ്ലോക്ക്ഡ് ആയിരിക്കും, ചില സെല്ലുകൾ ബ്ലോക്ക്ഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ റാബിറ്റ് ഉണ്ട്, ഇവിടെ കറസ്പോണ്ടിങ് ഫുഡ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഈ റാബിറ്റിനെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്യാം, ഇങ്ങനെ മൂവ് ചെയ്യാം. ഡയഗണലി മൂവ് പോസിബിൾ അല്ല. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? ഇങ്ങനെ മൂവ് ചെയ്ത്, ഇങ്ങനെ മൂവ് ചെയ്ത്, ഇങ്ങനെ ഇവിടെ സ്റ്റക്കായി ഇല്ല. അപ്പോൾ സ്റ്റക്ക് ആയത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് മൂവ് ചെയ്യാം, ഇങ്ങോട്ട് മൂവ് ചെയ്യാം, ഇങ്ങനെ ഒരു പാത്ത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് ബാക്ക് ട്രാക്കിങ്. അതായത് എവിടെയെങ്കിലും സ്റ്റക്ക് വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും സെല്ലിൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ച് ബാക്കിലോട്ട് തന്നെ മൂവ് ചെയ്തിട്ട് വീണ്ടും ട്രാക്ക് ചെയ്യാം. അതാണ് ബാക്ക് ട്രാക്കിംഗ്. സോ ബാക്ക് ട്രാക്കിംഗ് ഈസ് ലൈക്ക് ട്രൈയിങ് ഡിഫറെൻറ്റ് പാത്ത്സ്, ആൻഡ് വെൻ യു ഹിറ്റ് എ ഹെഡ് എൻഡ്, ഡെഡ് എൻഡ്, യു ബാക്ക് ട്രാക്ക് ടു ദി ലാസ്റ്റ് ചോയ്സ് ആൻഡ് ട്രൈ ഡിഫറെൻറ്റ് റൂട്ട്. സപ്പോസ് നിങ്ങൾ ഈ ഒരു പാത്താണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തായി? സ്റ്റക്കായി. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ തിരിച്ച് ബാക്കിലോട്ട് തന്നെ വന്നിട്ട് എന്ത് ചെയ്യുക? ഇങ്ങോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുക. ഓക്കെ, അതാണ് ബാക്ക് ട്രാക്കിങ്. ആ വേർഡിനകത്ത് തന്നെ ഉണ്ട്. സോ സിൻസ് എ പ്രോബ്ലം വുഡ് ഹാവ് കൺസ്ട്രെയിൻസ്, ദ സൊല്യൂഷൻ ദാറ്റ് ഫെയിൽസ് ടു സാറ്റിസ്ഫൈ ദം വിൽ ബി റിമൂവ്. അപ്പം അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഓരോ സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തുന്ന ആ സൊല്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഏതെങ്കിലും സൊല്യൂഷൻ വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷൻ ഒഴിവാക്കുക, പിന്നെ അടുത്ത സൊല്യൂഷൻ ട്രൈ ചെയ്യുക. So it is commonly used in situations where you need to explore multiple possibilities to solve a problem, like searching for a path in a maze or solving puzzles like Sudoku. Sudoku നിങ്ങൾ പലരും കളിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ ബാക്ക് ട്രാക്കിംഗ് മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഓരോ നമ്പർ പ്ലേസ് ചെയ്തിട്ട് ട്രൈ ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്തിട്ട് സം ഈക്വൽ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷൻ ഒഴിവാക്കിയിട്ട് വേറെ നമ്പർ ട്രൈ ചെയ്യുക. ഓക്കെ, അതാണ് ബാക്ക് ട്രാക്കിംഗ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ചൂസ് ആൻ ഇനീഷ്യൽ സൊല്യൂഷൻ, എക്സ്പ്ലോർ ഓൾ പോസിബിൾ എക്സ്റ്റൻഷൻസ് ഓഫ് ദി കറണ്ട് സൊല്യൂഷൻ. ഇഫ് ആൻ എക്സ്റ്റൻഷൻ ലീഡ്സ് ടു എ സൊല്യൂഷൻ, റിട്ടേൺ ദാറ്റ് സൊല്യൂഷൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൊക്കേഷനിൽ നിന്ന് വേറെ ലൊക്കേഷനിലോട്ട് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സെല്ലുകൾ മൂവ് ചെയ്യുക. ആ സൊല്യൂഷൻ സെല്ല്, ഓരോ സെല്ല് മൂവ് ചെയ്യുമ്പോഴും അത് ഓരോരോ സൊല്യൂഷനാണ്. എവിടെയെങ്കിലും ഡെഡ് എൻഡ് വരികയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ബാക്കിലോട്ട് തന്നെ ട്രാക്ക് ചെയ്തിട്ട്, അതായത് ആ ഡെഡ് എൻഡ് വരുന്ന ആ ഒരു സൊല്യൂഷൻ, ആ ഒരു കറസ്പോണ്ടിങ് സൊല്യൂഷൻ എടുത്ത് ഒഴിവാക്കിയിട്ട് തിരിച്ച് ബാക്കിലോട്ട് തന്നെ വന്നിട്ട് പിന്നെ അടുത്ത പാത്ത് ഫോളോ ചെയ്യാം. സോ ഇഫ് ആൻ എക്സ്റ്റൻഷൻ ഡസ് നോട്ട് ലീഡ് ടു എ പർട്ടിക്കുലർ സൊല്യൂഷൻ, ബാക്ക് ട്രാക്ക് ടു ദി പ്രീവിയസ് സൊല്യൂഷൻ ആൻഡ് ട്രൈ എ ഡിഫറെൻറ്റ് എക്സ്റ്റൻഷൻ. സോ റിപ്പീറ്റ് സ്റ്റെപ്പ് 2 to 4. ഇത്രയും കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം until all possible solutions have been explored. ഇതാണ് ബാക്ക് ട്രാക്കിംഗ്. ഇപ്പോൾ ബാക്ക് ട്രാക്കിംഗ് എന്നുള്ള വേർഡിൽ തന്നെ ഉണ്ട് ബാക്കിലോട്ട് ട്രാക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പം നിങ്ങൾ 3D മെയ്സ് കളിച്ചിട്ടുണ്ടായിരിക്കും, അതൊന്ന് ഓർത്താൽ മതി ബാക്ക് ട്രാക്കിങ്ങിൻ്റെ കേസ്. ഓക്കെ, ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡിങ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ത്രൂ എ മെയ്സ്. ഒരു മെയ്സ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടെത്തണം. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പല പാത്തുകളിലൂടെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫൈനൽ ഡെസ്റ്റിനേഷനിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ ഇതൊരു മെത്തേഡാണ്. അതേപോലെ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ എത്താൻ പറ്റും, ഇങ്ങനെ എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏതാണോ ഫൈനൽ ഷോർട്ടസ്റ്റ് പാത്ത് ആ പാത്ത് കണ്ടുപിടിക്കുക. So a maze represents a 2D array, 2-dimensional array, where 0 represents an open space and 1 represents a wall. ഒന്നുമില്ല, നിങ്ങളൊരു പ്രോഗ്രാം ആക്കിയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ
ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണെന്ന് എഴുതുക. ഓക്കെ, ഇവിടെ ഈ സീറോയിൽ നിന്ന് എനിക്ക് ഈ സീറോയിലോട്ട് എത്ര എന്ന് എഴുതുക, എയിൽ നിന്ന് ബിയിലോട്ട് എത്ര എന്ന് എഴുതുക. അപ്പോൾ 0 മീൻസ് ഓപ്പൺ സ്പേസ് ആണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ 1 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ സൊല്യൂഷൻ ഒഴിവാക്കുക, ഇങ്ങോട്ട് മൂവ് ചെയ്യുക. ആ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക കാരണം ബാക്ക് ട്രാക്ക് ചെയ്യുക. പിന്നെ ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല, ഈ സൊല്യൂഷൻ ട്രൈ ചെയ്തപ്പോൾ അവിടെ 1 ആണെന്ന് മനസ്സിലായി. അപ്പോൾ ആ സൊല്യൂഷനും ഒഴിവാക്കുക, ഇങ്ങോട്ട് മൂവ് ചെയ്യുക. പിന്നെ ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഒഴിവാക്കുക, ഇങ്ങോട്ട് മൂവ് ചെയ്യുക അല്ലേ. പിന്നെ ഇവിടെ സ്റ്റെക്കാണ്, ഇവിടെ 0 കൊടുക്കേണ്ടി വരും, ഇവിടെയും 0 കൊടുക്കേണ്ടി വരും. പിന്നെ ഇങ്ങനെ മൂവ് ചെയ്യാം. എന്തായാലും അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അതാണ് ഇവിടെ ഓരോ സെൻറ്റൻസ് ആക്കിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. സോ ഇഫ് മൂവിങ് ഇൻ ദാറ്റ് ഡയറക്ഷൻ ഡസ് നോട്ട് ലീഡ് ടു ദി എൻഡിങ് പോയിന്റ്, backtrack the previous position and try different direction. Repeat step 2 to 4 until the ending point is reached or all possible paths have been explored. Okay. ഇനി അതർ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ 4 കാര്യമാണ് പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് ആയിട്ട് പറയുന്നത്. ഏതൊക്കെയാണ്? ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഉണ്ട്, മീൻ സെൻസ് അനാലിസിസ് ഉണ്ട്, അതേപോലെ അൽഗോരിതം ആൻഡ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഉണ്ട്, ദെൻ ബാക്ക് ട്രാക്കിങ്. ഇങ്ങനെ 4 മെത്തേഡാണ് മെയിനായിട്ടും പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇത് കൂടാണ്ട് ചില പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് ഉണ്ട്, പക്ഷെ അത് നോർമലി അപ്ലൈ ചെയ്യും, പക്ഷെ ബേസിക് ആയിട്ട് ഈ 4 മെത്തേഡേ ഉള്ളൂ. ഒന്ന് പാസ്റ്റ് എക്സ്പീരിയൻസ്, അതായത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഓൾറെഡി നിങ്ങൾ അതുപോലത്തെ ഒരു പ്രോബ്ലം നേരത്തെ സോൾവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. എക്സാമിന് അതർ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് ഏതൊക്കെയെന്നൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കൊന്നുമില്ല. സോ പാസ്റ്റ് എക്സ്പീരിയൻസ്, ടേക്ക് ദ ടൈം ടു കൺസിഡർ ഇഫ് യു ഹാവ് എൻകൗണ്ടേർഡ് എ സിമിലർ സിറ്റുവേഷൻ ടു യുവർ കറന്റ് പ്രോബ്ലം ഇൻ ദ പാസ്റ്റ്. നിങ്ങൾ നേരത്തെ ഇങ്ങനത്തെ പ്രോബ്ലം നേരത്തെ സോൾവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ആ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ആ മെത്തേഡ് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് പാസ്റ്റ് എക്സ്പീരിയൻസ്. രണ്ടാമത്തെ കേസ് ബ്രിങ്ങിങ് ഇൻ എ ഫെസിലിറ്റേറ്റർ. അപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയുന്നില്ല എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫെസിലിറ്റേറ്ററെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ആ പ്രോബ്ലം സോൾവ് ചെയ്യും. അപ്പോൾ സപ്പോസ് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും മെക്കാനിക്കൽ എക്യുപ്മെൻറ്റ് കംപ്ലൈൻ്റ് ആയി കരുതുക, വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസ് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയി കരുതുക. നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമലി എന്താ ചെയ്യുക, കറസ്പോണ്ടിങ് മെക്കാനിക്കിനെ പുറത്തുനിന്ന് വിളിക്കുകയാണ് ചെയ്യുക അല്ലേ. അതാണ് ബ്രിങ്ങിങ് in a facilitator. Consider inviting a facilitator to your group meeting to help generate better solutions. നിങ്ങളുടെ ഗ്രൂപ്പ് മീറ്റിങ്ങിൽ ഇതുപോലൊരു എക്സ്പേർട്ടിനെ പുറത്തുനിന്ന് വിളിച്ചിട്ട് അയാളുടെ അഡ്വൈസ് നിങ്ങൾ എന്ത് ചെയ്യാം, സ്വീകരിക്കാം. അല്ലെങ്കിൽ ഡെവലപ്പ് എ ഡിസിഷൻ മാട്രിക്സ് ഫോർ ഇവാലുവേഷൻ. ഇതൊരു സയൻറ്റിഫിക് മെത്തേഡാണ്. അതൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നിങ്ങളൊരു ഡിസിഷൻ മാട്രിക്സ്, ഏതെല്ലാം രീതിയിൽ എന്തെല്ലാം സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതെല്ലാം ഡിസിഷൻസ് എടുക്കാൻ പറ്റും ബെസ്റ്റ് ആയിട്ട്, അങ്ങനത്തെ ഒരു ഡിസിഷൻ മെട്രിക്സ് നിങ്ങൾക്ക് ഫോം ചെയ്യാം. അതായത് ടൈം, കോസ്റ്റ്, മാൻ പവർ, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ ബെസ്റ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ഏതാണോ അത് നോക്കിയിട്ട് നിങ്ങൾ ആ മെട്രിക്സ് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും. സോ റാങ്ക് യുവർ പൊട്ടൻഷ്യൽ സൊല്യൂഷൻസ് ബേസ്ഡ് ഓൺ ഫാക്ടേഴ്സ് ലൈക്ക് ടൈം ലൈനസ്, റിസ്ക്, മാനേജബിലിറ്റി, എക്സ്പെൻസ്, പ്രാക്ടിക്കലിറ്റി ആൻഡ് എഫക്റ്റീവ്നെസ്. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു മെട്രിക്സ് ഫോം ചെയ്തിട്ട് ഇതിൽ ബെസ്റ്റ് റോ അല്ലെങ്കിൽ ബെസ്റ്റ് കോളം ഏതാണോ വരുന്നത് ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ആസ്ക് യുവർ പിയേഴ്സ് ഫോർ ഹെൽപ്പ്. നിങ്ങളെ ഫ്രണ്ട്സിനോട് ഹെൽപ്പ് ചോദിക്കാം. അവർക്ക് ചിലപ്പം ഇതിനുള്ള സൊല്യൂഷൻ അറിയുന്നുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് മേടിച്ചിട്ടും പ്രോബ്ലം സോൾവ് ചെയ്യാം. ഫ്രണ്ട്സ്, ഫാമിലീസ് ഓർ കൊളീഗ്സ് മേ ഹാവ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്, ideas and skills that may contribute to finding the best solution to a problem. Okay. Then last സ്റ്റെപ്പിൽ ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ, ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലാണെങ്കിൽ സ്റ്റെപ്പ് എവേ ഫ്രം ദി പ്രോബ്ലം. ആ പ്രോബ്ലം ലീവ് ചെയ്യുക, അല്ലാണ്ട് അതിൻ്റെ മേലെ വെറുതെ ടൈം കൺസ്യൂം ചെയ്യരുത്.
അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഇഫ് ദ പ്രോബ്ലം ബീയിങ് വർക്ക്ഡ് ഓൺ ഡസ് നോട്ട് നീഡ് ആൻ ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ, കൺസിഡർ സ്റ്റെപ്പിംഗ് അവേ ഫ്രം ഇറ്റ് ഫോർ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം. ഓക്കെ, ഇത്രയാണ് പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് വരുന്നത്. ഇനി പ്രോബ്ലം സോൾവിങ് പ്രോസസ്സ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ, കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ സോൾവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സോൾവ് ചെയ്യാനുള്ള 4 മെത്തേഡാണ് പഠിച്ചത് അല്ലേ. ഇനി ഓരോ മെത്തേഡിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന പ്രോസസ്സ്, ഓരോ മെത്തേഡിലും വരുന്ന പ്രോസസ്സ് എന്താണെന്നുള്ളത്, ആക്ച്വൽ പ്രോസസ്സ് എന്താണെന്നുള്ളത് ഒന്ന് നോക്കാം. ഇത് രണ്ടും കൺഫ്യൂഷൻ ആയി പോകരുത്. നിങ്ങളൊരു കമ്പ്യൂട്ടർ മോഡലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സാധാരണ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നിങ്ങൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് കമ്പ്യൂട്ടർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ. അല്ലാണ്ട് ഗെയിം കളിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നുമല്ല. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണ്. അതൊരു ഫോട്ടോഷോപ്പ് വർക്കാവാം, അല്ലെങ്കിൽ ഒരു പവർ പോയിന്റ് വർക്കാവാം, അല്ലെങ്കിൽ ഒരു പെയിന്റ് വർക്കാവാം. അപ്പോൾ എന്തെങ്കിലും ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഒരു ടാസ്ക് കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് അവിടെ ഒരു ഇൻപുട്ട് ഡിവൈസസ് ഉണ്ടായിരിക്കും, യൂസർ ഡാറ്റ ഇൻപുട്ട് ചെയ്യാനുള്ള ഇന്റർഫേസ് ഉണ്ടായിരിക്കും, ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ടായിരിക്കും, അതായത് പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ടായിരിക്കും. നിങ്ങൾ കൊടുക്കുന്ന ഡാറ്റനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ടായിരിക്കും. ദെൻ ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് റിസൾട്ട് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഔട്ട്പുട്ട് ഇന്റർഫേസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? കമ്പ്യൂട്ടേഴ്സ് ആർ പവർഫുൾ ടൂൾ ഫോർ പ്രോബ്ലം സോൾവിങ് problems across diverse disciplines. Problem solving is a systematic way to arrive a solution for a given problem. അതായത് ഒരു സിസ്റ്റമാറ്റിക് വേ ഓഫ് അറൈവിങ് എ സൊല്യൂഷൻ, ഒരു സൊല്യൂഷനിലോട്ട് എത്താനുള്ള സിസ്റ്റമാറ്റിക് വേ ആണ് പറയാൻ പോകുന്നത്. അതിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ 4 മെത്തേഡിലും അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണ്. സോ എക്സാമ്പിൾ, calculate the average grade for a students for all students in a class. For all students in a class. അതായത് ഒരു ക്ലാസ്സിൽ ഒരു 60 സ്റ്റുഡൻസ് ഉണ്ടെന്ന് കരുതുക. ഈ 60 കുട്ടികളുടെയും ആവറേജ് മാർക്കിലുള്ള ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യണം. അതൊരു പ്രോബ്ലം ആയിട്ട് നിങ്ങൾക്ക് തന്നു കരുതുക. അപ്പോൾ അവിടെ നമ്മൾ സിസ്റ്റമാറ്റിക്കലി അതെങ്ങനെ സോൾവ് ചെയ്യും, അതിനുള്ള മെത്തേഡ് ഡിഫറെൻറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷൻ ആണ് ഇനി പറയാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിച്ച 3 ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഇതുവരെ വന്നിട്ടുള്ള 3 ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വാക്ക് ത്രൂ ദ ഡിഫറെൻറ്റ് പ്രോബ്ലം സോൾവിങ് പ്രൊസീജിയർ അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ തരും, ഒരു സിറ്റുവേഷൻ തരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പ്രാവശ്യം ചോദിച്ചത് ഏരിയ ഓഫ് ട്രയാങ്കിൾ കാൽക്കുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങൾ പ്രോബ്ലം സോൾവിങ് പ്രോസസ്സ് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സ്റ്റെപ്പിലൂടെ വാക്ക് ചെയ്തിട്ട് അതെങ്ങനെ സോൾവ് ചെയ്യും. അതേപോലെ തന്നെ ഏരിയ ഓഫ് സർക്കിളിൻ്റെ കേസും അവിടെയും ഇതേപോലെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഈ പ്രോബ്ലം സോൾവിങ് പ്രോസസ്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻപുട്ടായിട്ട് ഗെറ്റ് ഓൾ ഗ്രേഡ്സ്, സ്റ്റുഡൻസിൻ്റെ എല്ലാ ഗ്രേഡുകളും എന്ത് ചെയ്യണം, ഗെറ്റ് ചെയ്യണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഏരിയ ഓഫ് സർക്കിൾ ആണെങ്കിൽ ഗെറ്റ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ, അതാണ് നമുക്കിവിടെ ഇൻപുട്ടായിട്ട് വേണ്ടത്. പോസിബിളി ബൈ ടൈപ്പിംഗ് ദം ഇൻ വയ ദ കീബോർഡ്, ഒന്നെങ്കിൽ അത് കീബോർഡിലൂടെ യൂസർ ഇടുന്ന് റിസീവ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫയലിനകത്തോ USB ഫ്ലാഷ് ഡ്രൈവിനകത്തൊക്കെ ഒരു എക്സൽ ഫയലിനകത്ത് അല്ലെങ്കിൽ ഡാറ്റ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാം. ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? ആഡ് ദം ഓൾ അപ്പ് ആൻഡ് കമ്പ്യൂട്ട് ദ ആവറേജ്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് റീഡ് ചെയ്യണം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താണ്? പ്രോസസ്സിംഗ് ആണ്. ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യണം. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഔട്ട്പുട്ട് ആണ് അല്ലേ. ഔട്ട്പുട്ട് ദ ആൻസർ ടു ഐദർ മോണിറ്റർ, ടു ദ പ്രിന്റർ, ടു ദ USB ഫ്ലാഷ് ഡ്രൈവ് ഓർ ഹാർഡ് ഡിസ്ക് ഓർ എ കോമ്പിനേഷൻ ഓഫ് എനി ഓഫ് ദീസ് ഡിവൈസസ്. അപ്പോൾ ഈ 3 സ്റ്റെപ്പുകളാണ് ബേസിക് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് പ്രോബ്ലം സോൾവിങ് പ്രോസസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ, ആ ഒരു ആക്ച്വൽ പ്രൊസീജിയറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രോബ്ലം സോൾവിങ് പ്രോസസ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്.
അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം എന്നാണ് അല്ലേ. അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം, formulating a model, developing an algorithm, writing the program, testing the program, evaluating the solution. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇനി ചെയ്യാൻ പോകുന്നത്, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാൻ പോകുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് ഏത് ഏരിയയിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ്സിൻ്റെ ആവറേജ് കാണാൻ ഈ 6 സ്റ്റെപ്പുകൾ യൂസ് ചെയ്യേണ്ടി വരും. ഒരു സർക്കിളിൻ്റെ ഏരിയ കാണാൻ ഈ പറഞ്ഞ 6 സ്റ്റെപ്പുകൾ യൂസ് ചെയ്യേണ്ടി വരും. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ ഈ പറഞ്ഞ 6 സ്റ്റെപ്പുകൾ യൂസ് ചെയ്യേണ്ടി വരും. ഒരു വീട് വെക്കണം എന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ 6 സ്റ്റെപ്പുകൾ യൂസ് ചെയ്യണം. ഏത് പ്രോബ്ലം സോൾവിങ്ങിനും ഈ പറയാൻ പോകുന്ന പ്രോസസ്സുകൾ ചെയ്യേണ്ടി വരും. സോ അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം, അണ്ടർസ്റ്റാൻഡ്സ് ദ പ്രോബ്ലം എബൌട്ട് ടു ബി സോൾവ്. നമുക്ക് സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലം എന്താണോ അത് കാര്യമായിട്ടൊന്ന് പഠിക്കുക, മനസ്സിലാക്കുക. എന്താണോ നമ്മളെ മുന്നിൽ ഉള്ള പ്രോബ്ലം എന്താണെന്നുള്ളത്, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ വൺ നീഡ്സ് ടു നോ വാട്ട് ഇൻപുട്ട് ഡാറ്റ ഓർ ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ. ഇപ്പോൾ നമ്മളെ കയ്യിൽ എന്തൊക്കെയാണ് ഡാറ്റ അവൈലബിൾ ആണ്, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ഡാറ്റ നമ്മളെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്, എന്തൊക്കെയാണ് ഡാറ്റ നമുക്ക് എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യണം, ആരുടെ നിന്നൊക്കെ കളക്ട് ചെയ്യണം, ഈ വക ഡീറ്റെയിൽസ് ഒക്കെ ഒരു അതിനെ പറ്റിയിട്ടൊക്കെ ഒരു ചെറിയൊരു ഐഡിയ എന്തായാലും ഉണ്ടായിരിക്കണം. ഇൻ വാട്ട് ഫോർമാറ്റ് ഈസ് ദ ഡാറ്റ ഓർ ഇൻഫർമേഷൻ. നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഏത് ഫോർമാറ്റിലുള്ള ഡാറ്റയാണ് ഇപ്പോൾ നമ്മളെ കയ്യിലുള്ളത്, അല്ലെങ്കിൽ ഏത് ഫോർമാറ്റിലുള്ള ഡാറ്റയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്, ആവറേജ് കാണാനാണ് അല്ലേ. ഇപ്പോൾ ആവറേജ് കാണാനാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഡാറ്റ ഫോർമാറ്റ് ചിലപ്പം ഗ്രേഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക, ABC എന്നുള്ള ഗ്രേഡ് ആയിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം, കൺവേർഷൻ പ്രോസസ്സൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അതാണ് ഇവിടെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞത്. രണ്ടാമത്തെ അല്ല, ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ. ഇൻ വാട്ട് ഫോർമാറ്റ് ഈസ് ദ ഡാറ്റ ഓർ ഇൻഫർമേഷൻ അവൈലബിൾ. അതുപോലെ തന്നെ വാട്ട് ഈസ് മിസ്സിംഗ് ഇൻ ദ ഡാറ്റ പ്രൊവൈഡഡ്. നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റയിൽ നിന്ന് നമ്മൾ ഫൈനൽ സൊല്യൂഷനിലോട്ട് എത്താൻ എന്തെങ്കിലും ഡാറ്റ മിസ്സായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഡസ് ദ പേഴ്സൺ സോൾവിങ് ദ പ്രോബ്ലം ഹാവ് എവറിത്തിങ് നീഡഡ്. ആ പ്രോബ്ലം സോൾവറിന് ആവശ്യമുള്ള എല്ലാ ഡാറ്റയും കിട്ടിക്കണോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്യണം. വാട്ട് ഔട്ട്പുട്ട് ഇൻഫർമേഷൻ നീഡ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ്. എന്ത് ഔട്ട്പുട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഏത് ഫോർമാറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യണം. അത് ഗ്രാഫായിട്ട് കാണിക്കണോ, ടേബുലർ ഫോർമാറ്റിൽ കാണിക്കണോ, പിക്ചറായിട്ട് കാണിക്കണോ, ടെക്സ്റ്റ് ജസ്റ്റ് ഡിസ്ക്രിപ്ഷനായിട്ട് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്താൽ മതിയോ, ഈ വക കാര്യങ്ങളൊക്കെ ഇനീഷ്യലി ഒരു തീരുമാനത്തിലെത്തണം. അതാണ് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം. ദെൻ വാട്ട് ആർ ദ അതർ റിക്വയർമെൻറ്റ്സ് നീഡഡ് ഫോർ എ കമ്പ്യൂട്ടേഷൻ. ഇനി പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഇത് കൂടാണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടാണ്ട് വേറെ വല്ലതും ആവശ്യമുണ്ടോ അതെല്ലാം കളക്ട് ചെയ്ത് വെക്കണം. ക്ലിയർ ആണല്ലോ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു വീട് വെക്കാനാണെന്നുണ്ടെങ്കിൽ ആ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആദ്യം കളക്ട് ചെയ്ത് വെക്കണം. എന്തെല്ലാം ഡാറ്റ വേണോ, ആദ്യം പെർമിറ്റ് എടുക്കണം, അതുപോലെ മെറ്റീരിയൽസ് വേണം, ഇതെല്ലാം ആദ്യ സ്റ്റെപ്പിൽ നടക്കണം. എന്താണ് നമ്മളെ പ്രോബ്ലം എന്താണെന്നുള്ളതൊക്കെ ആദ്യം ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തണം. രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് ഫോർമുലേറ്റിംഗ് എ മോഡൽ. ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിലാണ്. ഒരു മാത്തമാറ്റിക്കൽ മോഡൽ അത് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമുക്ക് മാറണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വീട് വെക്കേണ്ട കേസ് ആണെങ്കിൽ അവിടെ മാത്തമാറ്റിക്കൽ മോഡൽ ഒരു പ്ലാന് വരക്കുക എന്നുള്ളതാണ് അല്ലേ. ഡിഫറെൻറ്റ് സ്ക്വയർ ഫീറ്റ് ഏരിയ യൂസ് ചെയ്തിട്ട് കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് എന്താണോ അതനുസരിച്ച് ഇത്ര റൂം വേണം, ഓരോ റൂമിന് എത്ര സ്ക്വയർ ഫീറ്റ് വേണം, അങ്ങനെ ഹബ് സ്റ്റോറി വേണോ, ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു പ്ലാൻ വരയ്ക്കുക എന്നുള്ളതാണ്. ഇനി ഇവിടെ നമ്മളെ സിറ്റുവേഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ആവറേജ് കാണുക എന്നുള്ളതാണ് നമ്മുടെ സിറ്റുവേഷൻ ക്വസ്റ്റ്യന്. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ മാത്തമാറ്റിക്കൽ മോഡൽ എന്താണോ അത് കണ്ടെത്തുക എന്നുള്ളത്. ആവറേജ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, x1 + x2 + അല്ലെങ്കിൽ ഓരോ സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് തമ്മിൽ സമ്മ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് ആവറേജ് കാണാനുള്ള ഇക്വേഷൻ. സോ ഫോർമുലേറ്റ് എ മോഡൽ ഫോർ ദി പ്രോബ്ലം. ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. By considering the above problem, a model or formula is needed for computing the average of a bunch of numbers. ആവറേജ് കാണണമെന്നുണ്ടെങ്കിൽ ബഞ്ച് ഓഫ് നമ്പേഴ്സ് അല്ലെങ്കിൽ ബഞ്ച് ഓഫ് മാർക്സ് ഉണ്ടായിരിക്കും, അതിന് സമ്മ് കാണണം. സോ ഇഫ് ദർ ഈസ് നോ സച്ച് ഫോർമുല വൺ മസ്റ്റ് ബി ഡെവലപ്ഡ്. അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല, ഒരു ഫോർമുല ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് കണ്ടെത്തണം. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രോബ്ലം, ഒരു ഫോർമുല ഉണ്ട്, ആവറേജ് കാണാനുള്ള ഒരു ഫോർമുല ഓൾറെഡി അവൈലബിൾ ആണ്. So assuming that the input data is a bunch of integers or real numbers, for example x1, x2, x3, etc., xn, representing a grade percentage, the following computation model may apply. അപ്പോൾ അവിടെ ആവറേജ് കാണാൻ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷന് അപ്ലൈ ചെയ്യാം. ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും മാർക്ക് സമ്മ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഇനി
ഡെവലപ്പ് ആൻ അൽഗോരിതം, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അൽഗോരിതം, ആവറേജ് കാണാനുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അൽഗോരിതം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അൽഗോരിതം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വീട് വെക്കാൻ നിങ്ങൾക്ക് അൽഗോരിതം അല്ല ഡെവലപ്പ് ചെയ്യേണ്ടത്, അവിടെ ഫ്ലോ ചാർട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഒന്നുകിൽ സ്യൂഡോ കോഡ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ അൽഗോരിതം വെച്ച് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് വെച്ചിട്ടും റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, പിക്ചറായിട്ട് റെപ്രസെന്റ് ചെയ്യാം. സോ കം അപ്പ് വിത്ത് എ പ്രിസൈസ് പ്ലാൻ ഓഫ് വാട്ട് ദ കമ്പ്യൂട്ടർ ഈസ് എക്സ്പെക്റ്റഡ് ടു ഡു. കമ്പ്യൂട്ടറിനെ കൊണ്ട് എന്താണോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കേണ്ടത് അതിനുള്ള ഡിഫറെൻറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സൊല്യൂഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പിനകത്ത് നടക്കുന്നത്. സോ ഡെഫിനിഷൻ, അൽഗോരിതത്തിൻ്റെ ഡെഫിനിഷനാണ് ഈ പറയുന്നത്. അൽഗോരിതം ഈസ് എ പ്രിസൈസ് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഫോർ സോൾവിങ് എ പ്രോബ്ലം. അൽഗോരിതം എന്താണെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പിന്നീട് പഠിക്കുന്നുണ്ട്, അടുത്ത മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം അതിൻ്റെ ഡെഫിനിഷൻ ഇതാണെന്ന് മനസ്സിലാക്കുക. അൽഗോരിതം ഈസ് എ പ്രിസൈസ് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഫോർ സോൾവിങ് എ പ്രോബ്ലം. അതായത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ്. അത് അൽഗോരിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകിൽ മലയാളത്തിൽ എഴുതാം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം, പക്ഷേ എക്സാമിന് നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതണം. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്ക് എന്താണോ അത് മനസ്സിലാകുന്നത്, ഓരോ മനസ്സിലാവുന്ന രീതിയിലുള്ള ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതുന്നതാണ് അൽഗോരിതം. ഓക്കെ, so the instructions must be understandable to a person who is trying to figure out the steps involved. അത് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ആൾക്ക് അതിനകത്ത് എഴുതിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എന്താണെന്നുള്ളത് വായിച്ചാൽ മനസ്സിലാവണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാണ്ട് വെറുതെ വാരി വലിച്ച് എഴുതിയിട്ട് കാര്യമില്ല. സോ ടു കോമൺലി യൂസ്ഡ് റെപ്രസെൻറ്റേഷൻസ് ഫോർ ആൻ അൽഗോരിതം ഈസ് ബൈ യൂസിങ് ഓർ സ്യൂഡോ കോഡ് ഓർ ഫ്ലോ ചാർട്ട്. ഒന്നുകിൽ സ്യൂഡോ കോഡ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് യൂസ് ചെയ്യാം. സ്യൂഡോ കോഡ് എന്ന് പറഞ്ഞാലും ഒരു ടൈപ്പ് ഓഫ് അൽഗോരിതം തന്നെയാണ്, പക്ഷെ കോഡുമായിട്ട് കുറച്ചും കൂടിയും സാമ്യം ഉണ്ടായിരിക്കും. പ്രോഗ്രാമിംഗ് കോഡുമായിട്ട് കുറച്ചും കൂടിയും സാമ്യം ഉണ്ടായിരിക്കും സ്യൂഡോ കോഡിന്. സോ കൺസിഡർ ദ ഫോളോയിങ് എക്സാമ്പിൾ ഫോർ സോൾവിങ് ദ പ്രോബ്ലം ഓഫ് എ ബ്രോക്കൺ ലാമ്പ്. അതിൻ്റെ ഒരു ചെറിയൊരു ഫ്ലോ ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ ഏതെങ്കിലും ഒരു ലാമ്പ് ബ്രോക്കണായി കരുതുക, ഏതെങ്കിലും ബൾബ് പോയി കരുതുക, അവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ ഒരു ഫ്ലോ ചാർട്ട്. സോ ലാമ്പ് ഈസ് നോട്ട് വർക്കിംഗ്, ഇതാണ് നമ്മുടെ കയ്യിലുള്ള പ്രോബ്ലം. ഫസ്റ്റ് ലാമ്പ് എന്ത് ചെയ്യുക, പവറിലോട്ട് കൊടുത്തോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്യാം, പ്ലഗ്ഡ് ഇൻ. ഓക്കെ, സോ പ്ലഗ് ഇൻ ദ ലാമ്പ്. അപ്പോൾ അത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ബൾബ് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ബേൺ ചെയ്തോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ബേൺ ചെയ്തിക്കണമെങ്കിൽ ഇവിടെ യെസ് ആണെങ്കിൽ എന്താ ചെയ്യുക, റീപ്ലേസ് ദ ബൾബ്, ബൾബിനെ റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയൊരു ബൾബ് മേടിക്കുക. ബേൺ ചെയ്തിക്കണമെങ്കിൽ റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ എന്നിട്ടും വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു ലാമ്പ് റീപ്ലേസ് ചെയ്യുക. ഇത് ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. സോ ഇവിടെ നമ്മളെ സ്റ്റെപ്പിൽ ഉള്ള ഡിഫറെൻറ്റ് സ്റ്റെപ്പുകളാണ്. ഇഫ് ലാമ്പ് വർക്ക്സ് ഗോ ടു സ്റ്റെപ്പ് 7. ലാമ്പ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരെ സ്റ്റോപ്പ് ചെയ്യാം, നേരെ 7th സ്റ്റെപ്പിലോട്ട് പോകാം അല്ലേ. ക്വിറ്റ്, ദ പ്രോബ്ലം ഈസ് സോൾവ്ഡ്. ചെക്ക് ഇഫ് ദ ലാമ്പ് ഈസ് പ്ലഗ്ഡ് ഇൻ. If not plugged in, plug in the lamp. Check if lamp is burned. If bulb is burned, replace the bulb. If lamp does not work, buy new lamp. Then stop. Okay, അപ്പോൾ അവിടെ ഇങ്ങനെ അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻ എഴുതുന്നതാണ് അൽഗോരിതം. അപ്പോൾ ഇവിടെ നമ്മളെ സിറ്റുവേഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഒരു ആവറേജ് കാണാൻ ഉള്ള ഒരു സിറ്റുവേഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ്, സെറ്റ് ദ സം ഓഫ് ദി ഗ്രേഡ് വാല്യൂസ് ടു 0. അതായത് സം എന്നുള്ളൊരു വേരിയബിൾ എന്നാണ് പറയാം. പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് സം എന്നുള്ളത് 0 ആക്കിയിട്ട് ഇനീഷ്യലൈസ് ചെയ്യും. നമുക്ക് ആദ്യം ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും മാർക്ക് എടുത്തിട്ട് സം ചെയ്യാനുണ്ട് അല്ലേ, എന്നിട്ട് വേണം ആവറേജ് കാണാൻ. അപ്പോൾ നമ്മൾ സം ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് ഇനീഷ്യലൈസ് ചെയ്യാം, കാരണം ഇനീഷ്യലി നമുക്ക് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ദെൻ ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും മാർക്ക് റീഡ് ചെയ്യുക, x1 x2 x3 പറഞ്ഞിട്ട് ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും മാർക്ക് റീഡ് ചെയ്യുക. ഇനി ഫോർ ഈച്ച് സ്റ്റുഡൻറ്റ്, അതായത് റോൾ നമ്പർ 1 മുതൽ nth സ്റ്റുഡൻറ്റ് വരെ റിപ്പീറ്റ് ദ ഫോളോയിങ്. ആദ്യം x1 റീഡ് ചെയ്യണം, xi എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് x1, ദെൻ x2, ദെൻ x3, ദെൻ x4. അതൊക്കെ ഇങ്ങനെ റീഡ് ചെയ്ത് സമ്മിലോട്ട് ഇങ്ങനെ ആഡ് ചെയ്യുക. സോ സമ്മ് ആദ്യം x1 ആയിരിക്കും, പിന്നെ അടുത്ത ഇറ്ററേഷനിൽ ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. x2,
x3 x4 പ്ലസ് എക്സെട്ര അങ്ങനെ xn വരെ. ഇപ്പൊ സമ്മിനകത്ത് ഈ ഒരു സം ഉണ്ടായിരിക്കും. അപ്പൊ ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ആവറേജ് കാണണം. ഈ സമ്മിനകത്ത് എന്താണോ വാല്യൂ ഉള്ളത് ആ സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ ആ ആവറേജ് പ്രിന്റ് ചെയ്യാം. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രൊസീജിയർ. അപ്പോൾ ഇതൊരു ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്കി എഴുതുന്നതാണ് അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? പ്രോബ്ലം സോൾവിംഗ് പ്രോസസ്സിൽ അടുത്ത സ്റ്റെപ്പ് റൈറ്റിംഗ് ദി പ്രോഗ്രാം. നമ്മൾ അൽഗോരിതം എഴുതി. ഇനി ഈ അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് ഒരു പ്രോഗ്രാം ആക്കിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം. ഒരു കോഡ് ആക്കിയിട്ട് എഴുതണം. കമ്പ്യൂട്ടറിനെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കണം. ഇപ്പോൾ അൽഗോരിതം കമ്പ്യൂട്ടറിൽ റൺ ചെയ്യാൻ പറ്റില്ല. അൽഗോരിതം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ റൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കമ്പ്യൂട്ടറിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, കമ്പ്യൂട്ടറിൽ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അൽഗോരിതത്തെ കറസ്പോണ്ടിങ് കോഡാക്കിയിട്ട്, പ്രോഗ്രാം കോഡാക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അത് നിങ്ങൾക്ക് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിൽ പൈത്തൺ പഠിക്കാനുള്ളത്. അപ്പോൾ പൈത്തൺ എങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ നമുക്ക് തേർഡ് മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അല്ലെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ ലാസ്റ്റ് ടോപ്പിക്ക് വരുന്നുണ്ട്. So writing a program is often called coding or implementing an algorithm. So the code, അതിന് സോഴ്സ് കോഡ് എന്നാണ് പറയാം, is actually the program itself. നിങ്ങൾ എന്താണോ പ്രോഗ്രാം എഴുതുന്നത്, ഇപ്പോൾ നിങ്ങളൊക്കെ ഇനി പ്രോഗ്രാമിംഗ് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അൽഗോരിതം ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ആ അൽഗോരിതത്തെ എന്ത് ചെയ്യണം? ഒരു പ്രോഗ്രാം ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം, മാറ്റണം. So the source code would vary depending on the programming language that was used. ഒന്നെങ്കിൽ നിങ്ങൾക്ക് പൈത്തൺ യൂസ് ചെയ്യാം, സി പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യാം, ജാവ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യാം, അങ്ങനെ C++ യൂസ് ചെയ്യാം, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യാം. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സിറ്റുവേഷൻ. നിങ്ങൾക്ക് അങ്ങനെ ഒരു കമ്പ്യൂട്ടറിനെ കൊണ്ട് റൺ ചെയ്യാൻ പറ്റാവുന്ന ഒരു കോഡാക്കിയിട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ്. The computer requires precise instructions in order to understand what it is being asked to do. So compiling is the process of converting a program instructions that can be understood by the computer. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ നിങ്ങൾ ബോധർ ചെയ്യേണ്ട കമ്പൈലിംഗ് പ്രോസസ്സ് എന്താണെന്നുള്ളത്. നിങ്ങളൊരു കോഡ് എഴുതി കഴിഞ്ഞാൽ ആ കോഡിനെ കറസ്പോണ്ടിങ് കമ്പ്യൂട്ടറിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാവുന്ന കോഡാക്കിയിട്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന കോഡാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് കമ്പൈലേഷൻ. അത് നമുക്ക് പിന്നീട് നോക്കാം. So fix all the compile time errors before continuing on the next step. അതായത് നിങ്ങൾ പ്രോഗ്രാം എഴുതി എന്തെങ്കിലും കമ്പൈലേഷനിലൊക്കെ എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്തിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലോട്ട് മൂവ് ചെയ്യാൻ. അപ്പോൾ എല്ലാ എറേഴ്സും എല്ലാം സോൾവ് ചെയ്തിട്ട് നിങ്ങളെ കയ്യിൽ ഒരു ഫൈനൽ കോഡ് കിട്ടി, കമ്പ്യൂട്ടറിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഫൈനൽ കോഡ് കിട്ടി എന്ന് കരുതുക. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ടെസ്റ്റിംഗ് ദി പ്രോഗ്രാം. ടെസ്റ്റിംഗ് ദി പ്രോഗ്രാം. നിങ്ങളെ കയ്യിലുള്ള ആ ഫൈനൽ കോഡ് ഡിഫറെൻറ്റ് ഇൻപുട്ട് വാല്യൂസ് വെച്ചിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. പല സിറ്റുവേഷൻസ് പല വാല്യൂസ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക? ടെസ്റ്റ് ചെയ്യുക. അതാണ് ടെസ്റ്റിംഗ് ദി പ്രോഗ്രാം. സംടൈംസ് എ പ്രോഗ്രാം മേ വർക്ക് കറക്റ്റ്ലി ഫോർ സം സെറ്റ് ഓഫ് ഇൻപുട്ട് ഡാറ്റ ബട്ട് നോട്ട് ഫോർ ഓൾ. അപ്പോൾ അതെന്ത് ചെയ്യണം? ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇഫ് ദ ഔട്ട്പുട്ട് ഓഫ് ദി പ്രോഗ്രാം ഈസ് ഇൻകറക്റ്റ്, ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ദി അൽഗോരിതം വാസ് നോട്ട് പ്രോപ്പർലി കൺവേർട്ടഡ് ഇൻ ടു എ പ്രോഗ്രാം. ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അവിടെ എഴുതിയുള്ള കോഡിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അത് വീണ്ടും കറക്റ്റ് ചെയ്യണം. സച്ച് പ്രോബ്ലംസ് വിത്ത് ദി പ്രോഗ്രാം ആർ നോൺ ആസ് ബഗ്. അപ്പോൾ അങ്ങനെ പ്രോഗ്രാമിനകത്ത് വരുന്ന മിസ്റ്റേക്ക് അല്ലെങ്കിൽ എററിനെ പറയുന്ന പേരാണ് ബഗ്. സോഫ്റ്റ്വെയർ ബഗ്ഗൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സോ ബഗ്സ് ആർ എറേഴ്സ് with a program that cause it to stop working or produce incorrect or undesirable results. It is the responsibility of the programmer to fix as many bugs in a program as present. അതൊരു പ്രോഗ്രാമറുടെ ഡ്യൂട്ടിയാണ്. ആ കോഡിനകത്ത് എക്സിക്യൂഷൻ ടൈമിൽ അല്ലെങ്കിൽ കമ്പൈലേഷൻ ടൈമിൽ എന്തെല്ലാം എറേഴ്സ് വരുന്നോ അതെല്ലാം സോൾവ് ചെയ്യാന്നുള്ളത് ഒരു പ്രോഗ്രാമറെ ഡ്യൂട്ടിയാണ്. ബഗ് ക്ലിയർ ചെയ്യാന്നുള്ളത്. To find the bugs effectively, a program should be tested with many test cases. അതിനാണ് ടെസ്റ്റിംഗ് കേസസ് യൂസ് ചെയ്യുന്നത്. So debugging is the process of finding and fixing errors in a program code. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡിബഗിങ്. അപ്പോൾ അതൊരു പ്രോഗ്രാമറുടെ ഡ്യൂട്ടിയാണ് അത് ബഗ് സോൾവ് ചെയ്യുക എന്നുള്ളത്. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പിൽ ഇവാലുവേറ്റിംഗ് ദ സൊല്യൂഷൻ. ഓക്കെ, ഇപ്പം നമ്മൾ അൽഗോരിതം എഴുതി ആ അൽഗോരിതത്തിനെ കോഡാക്കിയിട്ട് പ്രോഗ്രാം ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തു.
പിന്നെ ആ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡിഫറെൻറ്റ് ടെസ്റ്റ് കേസസ്, ഡിഫറെൻറ്റ് ഇൻപുട്ട് ഡാറ്റ കൊടുത്തിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്തു. ലാസ്റ്റ് സ്റ്റെപ്പിൽ ഇവാലുവേറ്റിംഗ് ദ സൊല്യൂഷൻ, റീഡു സം ഓഫ് ദ സ്റ്റെപ്സ് അഗെയിൻ, പെർഹാപ്സ് ഗോയിങ് ആസ് ബാക്ക് ടു സ്റ്റെപ്പ് 1. ഇനി സ്റ്റെപ്പ് 1 തിരിച്ചു പോകുന്നതിന് പകരമായിട്ട് ചില സ്റ്റെപ്പുകൾ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. ഇഫ് ദ എക്സ്പെക്റ്റഡ് റിസൾട്ട് ഈസ് നോട്ട് ഗെറ്റിംഗ് ഫ്രം ദി ലാസ്റ്റ് സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എക്സ്പെക്റ്റഡ് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് തന്നെ പോകേണ്ട ആവശ്യമില്ല. So here the original problem needs to be reconsidered to make sure that the answer is formatted into a proper solution to the problem. അപ്പോൾ അവിടെ നമ്മൾ ഒറിജിനൽ ക്വസ്റ്റ്യൻ ചില സിറ്റുവേഷനിൽ ഒറിജിനൽ പ്രോബ്ലം എന്താ എന്നുള്ളത് ഒന്നുകൂടി റീകൺസിഡർ ചെയ്യേണ്ടി വരും. അത് അപൂർവം കേസിലേ വരുള്ളൂ. അതായത് സപ്പോസ് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ദി പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു, ആ പ്രോബ്ലം നിങ്ങൾ അവിടെ പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ട് വരുന്ന എല്ലാ സ്റ്റെപ്പും തെറ്റിപ്പോകും. നിങ്ങൾ ലാസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ കഴിഞ്ഞ് ഇവാലുവേഷൻ ചെയ്യുമ്പോഴായിരിക്കും മനസ്സിലാവുക കസ്റ്റമർ പറഞ്ഞ കാര്യമൊന്നും അവിടെ മീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, തിരിച്ച് വീണ്ടും അങ്ങനത്തെ സിറ്റുവേഷനിൽ തിരിച്ച് വീണ്ടും പോകേണ്ടി വരും. അല്ലാത്ത കേസിലൊന്നും നിങ്ങൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പിൽ സോൾവ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, if the result of a program is long list of numbers, but the intent was to identify some feature from the data, then simply producing a list of numbers may not be suffice. So there may be a need to display the information in a way that helps visualize or interpret the results with respect to the problem. Perhaps a chart or graphs is needed. അത് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രാഫ് ആക്കിയിട്ട് മാറ്റണമെങ്കിൽ അങ്ങനെ മാറ്റാം, ടെക്സ്റ്റ് ഇൻഫർമേഷൻ ആക്കിയിട്ട് അങ്ങനെ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ അങ്ങനെ ഡിസ്പ്ലേ ചെയ്യാം. അതായത് ചിലപ്പോൾ യൂസറിന് നമ്പേഴ്സ് ആയിട്ട് ലോങ് ലിസ്റ്റ് നമ്പേഴ്സ് ആയിട്ടാണ് ഔട്ട്പുട്ട് വേണ്ടതെങ്കിൽ അങ്ങനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അതല്ല പിന്നീടാണ് യൂസർ പറയുന്നത് ഗ്രാഫ് ഫോർമാറ്റിൽ അല്ലെങ്കിൽ ചാർട്ട് ഫോർമാറ്റിലാണ് വേണ്ടതെങ്കിൽ അപ്പോൾ അതിനുള്ള കറസ്പോണ്ടിങ് മോഡിഫിക്കേഷൻ നിങ്ങൾ കോഡിൽ തിരിച്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത്രയും 6 സ്റ്റെപ്പുകൾ, ഈ 6 സ്റ്റെപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 6 സ്റ്റെപ്പുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും സിറ്റുവേഷൻ തന്നിട്ട് ആ സിറ്റുവേഷനിലൂടെ വാക്ക് ത്രൂ ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇപ്പോൾ 2 പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്ന്, ഒരു സർക്കിളിൻ്റെ ഏരിയ കാണാൻ അതിനുള്ള പ്രോബ്ലം സോൾവിങ് പ്രോസസ്സ് ഏതൊക്കെയാണ്, അത് ഡിഫറെൻറ്റ് സ്റ്റെപ്പുകൾ 6 സ്റ്റെപ്പുകളിലൂടെ വാക്ക് ത്രൂ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും ഈ ഏരിയ കാണാനുള്ള പ്രോബ്ലം വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഈ 6 സ്റ്റെപ്പ് എഴുതിയിട്ട് ആ 6 സ്റ്റെപ്പ് എന്താണെന്നുള്ളത് എഴുതുകയല്ല വേണ്ടത്. മനസ്സിലായല്ലോ അല്ലേ? അതേപോലെ വേറെ പ്രാവശ്യം ചോദിച്ചത് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള പ്രോബ്ലം, അതും ഇതേപോലെ തന്നെ ഈ 6 സ്റ്റെപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് എന്താണോ ക്വസ്റ്റ്യൻ അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ഈ 6 സ്റ്റെപ്പുകൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു കേസ് സ്റ്റഡി കൊടുത്തിട്ടുണ്ട്, ദ ഡിസ്ക്രിമിനന്റ് കാൽക്കുലേറ്റർ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് കരുതുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഡി കാൽക്കുലേറ്റ് ചെയ്യണം. അല്ല, നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും x1 = -b ± സ്ക്വയർ റൂട്ട് ഓഫ് b² - 4ac/2a എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, x1 ഉം x2 കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ അവിടെ സ്ക്വയർ റൂട്ടിനുള്ളിലുള്ള ടേം b² - 4ac അത് തന്നെയാണ് ഡിസ്ക്രിമിനന്റ് എന്ന് പറയാം. അത് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ആ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് വേണം പിന്നെ നിങ്ങൾക്ക് റൂട്ട്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അതാണ് ഇവിടുത്തെ പ്രോബ്ലം. ഒരു കേസ് സ്റ്റഡി ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളെ ബുക്കിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അത് കാരണമാണ് ഞാൻ ഡയറക്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തത്. പക്ഷേ ഇതന്നെ എക്സാമിന് ചോദിച്ചോളണമെന്നൊന്നുമില്ല. പ്രോബ്ലം എന്താണ്? ഡിറ്റർമിനേറ്റ് ദ ഡിസ്ക്രിമിനന്റ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. സോ അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം. ഹിയർ ഫോർമലി ഡിഫൈൻ ദ പ്രോബ്ലം ബൈ സ്പെസിഫൈങ് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അവിടെ എന്തൊക്കെയാണ് ഇൻപുട്ടായിട്ട് നമുക്ക് വേണ്ടത്, അതായത് b² - 4ac കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, എന്തൊക്കെ രീതിയിലാണ് ഔട്ട്പുട്ട് വേണ്ടത്. സോ ഇൻപുട്ട് 3 കോഎഫിഷ്യൻസ് എയും ബിയും സിയും നമുക്ക് വേണം ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഔട്ട്പുട്ട് എന്താണ്? ഡിസ്ക്രിമിനന്റ് വാല്യൂ ഡി ആണ് ഫോർ ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. സോ b² - 4ac ആണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യണത്. സോ അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം. രണ്ടാമത്തെ കേസ് എന്താണ്?
ഇതാണ് phase 1 അല്ലേ? phase 1. phase 2 ഫോർമുലേറ്റ് ചെയ്യാൻ മോഡൽ, ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഫേസിൽ എന്താണ്? മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഡെവലപ്പ് ആൻ അൽഗോരിതം, അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള അൽഗോരിതം ക്രിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട്, രണ്ടാമത്തെ സ്റ്റെപ്പിൽ എയും ബിയും സിയും വാല്യൂസ് റീഡ് ചെയ്യണം. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പിൽ d ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് 4ac കാൽക്കുലേറ്റ് ചെയ്യണം. നാലാമത്തെ സ്റ്റെപ്പിൽ അത് പ്രിന്റ് ചെയ്യണം. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ സ്റ്റോപ്പ് ചെയ്യുക. ഇതാണ് അവിടെ ഡി കാണാനുള്ള അൽഗോരിതം. ഇനി phase 4 phase 4 കോഡ് ദ അൽഗോരിതം. ഇപ്പൊ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ നമ്മളൊരു അൽഗോരിതം എഴുതിയിട്ടുണ്ട്. ഇതാണ് അൽഗോരിതം അല്ലേ? ഈ അൽഗോരിതത്തെ കറസ്പോണ്ടിങ് പ്രോഗ്രാം ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുക. ഇത് പൈത്തൺ പ്രോഗ്രാമാണ്. ഈ കാണിച്ചിട്ടുള്ളത് ഒരു പൈത്തൺ പ്രോഗ്രാമാണ്. പൈത്തൺ പ്രോഗ്രാം നിങ്ങൾ പഠിക്കും, നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പം അത് ബോധർ ചെയ്യേണ്ട. അപ്പോൾ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ എന്തായാലും പൈത്തൺ പ്രോഗ്രാമിംഗ് പഠിച്ചിട്ട് എക്സാം എഴുതുള്ളൂ. അപ്പോൾ ഈ എക്സാമ്പിൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് പൈത്തൺ പ്രോഗ്രാം അവിടെ എഴുതാൻ പറ്റും. സോ ദിസ് ഈസ് എ പൈത്തൺ പ്രോഗ്രാം. അതായത് എ റീഡ് ചെയ്യണം, ബി റീഡ് ചെയ്യണം, സി റീഡ് ചെയ്യണം, കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യണം. ദെൻ ഡി ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് 4ac കാൽക്കുലേറ്റ് ചെയ്യണം, റിസൾട്ട് പ്രിന്റ് ചെയ്യണം. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ 5 സ്റ്റെപ്പ് ഇവിടെ ഇങ്ങനെ എഴുതുകയാണ് ചെയ്തിട്ടുള്ളത്, കോഡാക്കിയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഈ കോഡിന് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിനകത്ത് റൺ ചെയ്യാൻ പറ്റും, പക്ഷെ ഈ അൽഗോരിതം റൺ ചെയ്യാൻ പറ്റില്ല. ഇനി phase 5 എന്താണ്? ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് അല്ലേ? ഡിഫറെൻറ്റ് ഇൻപുട്ട് വാല്യൂസ് കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യണം. സോ ഈച്ച് റോ ഡിനോട്ട്സ് എ സെറ്റ് ഓഫ് ഇൻപുട്സ്. ഇപ്പോൾ ഇവിടെ നമുക്ക് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. നമുക്ക് ഡി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിഫറെൻറ്റ് ടെസ്റ്റ് കേസസ് വാല്യൂസ് കൊടുക്കുക. എക്ക് 10, ബിക്ക് 2, സിക്ക് 5. ഇതാണ് ഡിഫറെൻറ്റ് ടെസ്റ്റ് കേസസ്. ഇതിനെ പറയാം ടെസ്റ്റ് കേസസ് എന്നാണ് പറയുക. ഡിഫറെൻറ്റ് ഇൻപുട്ട് വാല്യൂസ് കൊടുത്തിട്ട് കറക്റ്റ് റിസൾട്ട് കിട്ടുന്നുണ്ടോ ഇല്ലെന്നുള്ളത് ടെസ്റ്റ് കേസസ്, ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇനി phase 6 എന്താ വരുന്നത്? ഇവാലുവേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ കാര്യമായിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ഞങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യുക, കറക്റ്റ് ആണോ ഇല്ല എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് 6th സ്റ്റെപ്പിൽ വരുന്നത്. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഓക്കെ. അതായത് phase 6 വരുന്നത് ഇതാണ്. phase 6 നമ്മൾ ചെയ്യുന്നത് ഇവാലുവേറ്റ് ദ റിസൾട്ട്സ്. ഇതാണ് phase 6. അപ്പോൾ ഇങ്ങനെ ഈ 6 ഫേസുകൾ അല്ലെങ്കിൽ 6 സ്റ്റെപ്പുകൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ എന്താണോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ആ ക്വസ്റ്റ്യൻ വെച്ചിട്ട് വേണം ഈ 6 ഫേസസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ phase 6 കഴിഞ്ഞാൽ ഇവാലുവേറ്റ് ദി റിസൾട്ട്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകളെല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ എത്രയാണ് 6 സ്റ്റെപ്പുകൾ വരുന്നത്? പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജിയിൽ വരുന്ന പ്രോബ്ലം സോൾവിങ് പ്രോസസ്സിൽ വരുന്ന 6 സ്റ്റെപ്പുകൾ. രണ്ടും കൺഫ്യൂഷൻ ആയി പോകരുതേ. പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജി വേറെയാണ്, പ്രോബ്ലം സോൾവിങ് പ്രോസസ്സ് വേറെയാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം പാർട്ട് 1 ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത ഇനി പാർട്ട് 2 പൈത്തൺ പ്രോഗ്രാമിംഗ് ആണ് ഇനി സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.